വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ ശബ്ദം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. صدق الله العظيم. قال النبي صلى الله عليه وسلم أنزلت علي آية لم تنزل على نبي غير سليمان بن داود وغيري وهي بسم الله الرحمن الرحيم. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പരിശുദ്ധ ഖുർആന്റെ തഫ്സീറാണ്. ഫാത്തിഹ സൂറത്തിലാണല്ലോ നമ്മൾ ഇപ്പോൾ ഉള്ളത്. പരിഭാഷയിൽ നിന്ന് ഏകദേശം വിവരണങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ നമ്മുടെ ഈ ക്ലാസ്സിൽ പരിഭാഷയിലുള്ളതിനപ്പുറം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള വിവരണമായിരിക്കും കഴിയുന്നതും നടത്തുക എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കാൻ നിങ്ങൾ അമാന്തം കാണിക്കരുത്. പരിശുദ്ധ ഖുർആനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കാൻ ഇടവരാതെ സംശയമുള്ള ഭാഗങ്ങൾ നിങ്ങൾ എഴുതി ചോദിക്കണം. മറുപടി അറിയുമെങ്കിൽ അപ്പോൾ പറയും, ഇല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയും. നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ച് ഞാൻ പറഞ്ഞു തരും. അതുകൊണ്ട് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ദർസുമായിട്ട് ബന്ധപ്പെട്ട വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പിന്നീട് നീട്ടിവെക്കാതെ ചോദിക്കണമെന്നുകൂടി അറിയിക്കുകയാണ്. കഴിയുന്നതും എല്ലാ ഭാഗവും പരാമർശിച്ചുകൊണ്ട് അത്യാവശ്യം ഭാഗങ്ങൾ എല്ലാം തീർക്കാനൊന്നും സാധിക്കില്ല. കാരണം പരിശുദ്ധ ഖുർആൻ സമുദ്ര സമാനമായ ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും എവിടെയും എത്തിക്കാൻ സാധിക്കില്ല. എങ്കിലും കഴിയുന്നിടത്തോളം തഫ്സീറുകളിലൊക്കെ പറഞ്ഞതിൻ്റെ അത്യാവശ്യ ഭാഗങ്ങളൊക്കെ സ്പർശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസ്മി എത്തിയിട്ടേ ഉള്ളൂ. ബിസ്മില്ലാഹി അഊദു, അതിൻ്റെ മഹത്വങ്ങൾ നാം പറഞ്ഞു. തഅവുദിൻ്റെ, അള്ളാഹുവിനോട് കാവലിനെ തേടുന്നതിൻ്റെ, പിശാചിൻ്റെ വസ്വാസുകളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന് കാവലിനെ തേടേണ്ടതിന്റെ പ്രത്യേകത, അതിന്റെ ആവശ്യകത നാം മനസ്സിലാക്കി. അഊദു ഓതുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നാം സ്ഫടിക സമാനമാക്കുകയാണ് ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടുള്ള ആർക്കൊന്നൊരു ഇൽത്തിജായ്, അവനിൽ ശരണം പ്രാപിച്ചുകൊണ്ട് നാം തുടങ്ങുകയാണ്. എന്തിനു വേണ്ടിയാണ് അഊദു കൊണ്ട് നാം തുടങ്ങുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ സാരാംശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി, അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ, അതിന് പാകമാക്കുക എന്നുള്ള രീതിയിലാണ്
നാം അഊദ് ചൊല്ലുന്നത്. പിശാചിനെ തൊട്ട് പ്രൊട്ടക്ഷൻ, അതാണ് അഊദ്. അവന്റെ ദുർബോധനമില്ലെങ്കിലാണ് അള്ളാഹുവിന്റെ കെലിമാത്തുകൾ, അവന്റെ നൂറുകൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം പിടിക്കുകയുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. നമ്മൾ പറഞ്ഞു അത് ഏതിനോടാണ് ബന്ധിക്കുന്നത്? കൊണ്ടെന്ന് പറയാൻ ബാക്കി വേണമല്ലോ. ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട്, എൻ്റെ കുട്ടികളെയും കൊണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് ചോദ്യം വരുമല്ലോ. അപ്പോ അത് എല്ലാ ഭാഷയിലും അതിനൊരു ബന്ധം വേണം, മുതഅല്ലഖ് വേണം. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ തിരുനാമം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഓതുകയാണെങ്കിൽ ഓതുന്നു, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, യാത്ര പുറപ്പെടുകയാണെങ്കിൽ യാത്ര പുറപ്പെടുന്നു. അതവിടെ കളയപ്പെട്ടതാണ്. നമ്മുടെ പ്രവർത്തനമാണ് അതിന്റെ തർജ്ജമ, അല്ലേ? ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ അതിന് ശേഷം നാം പ്രവർത്തിക്കുന്നത്, അതാണ് അതിന്റെ തർജ്ജമ. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുന്നു എന്നായി, ഭക്ഷിക്കുകയാണെങ്കിൽ ഭക്ഷിക്കുന്നു എന്നായി, നടക്കുകയാണെങ്കിൽ നടക്കുന്നു എന്നായി, സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കുന്നു എന്നായി, ഓതുകയാണെങ്കിൽ ഓതുന്നു എന്നായി. അപ്പൊ അതിനോടനുബന്ധിച്ച് വരുന്ന പ്രവർത്തനം ഏതാണോ അതാണ് അതിന്റെ തർജ്ജമ, അതിന്റെ മുതഅല്ലഖ്. നാം അതിന്റെ വിശദീകരണം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സമയവും കഴിഞ്ഞിരുന്നു. അതിൽ തന്നെ അല്പം കൂടി നമുക്ക് മുന്നോട്ട് പോകാം. സഹോദരന്മാർ, എന്താണ് ബിസ്മി? ബിസ്മിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ആദ്യത്തെ വഹയി, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന് പ്രഖ്യാപനം ഉണ്ടായ ഒരു വഹി ഉണ്ടല്ലോ. അതേത് ആയത്തായിരുന്നു? സൂറത്തുൽ അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബിക്, അല്ലേ? തുടക്കത്തിൽ തന്നെ എന്താ ഉള്ളത്? വായിക്കുവോ? എങ്ങനെ വായിക്കാൻ? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ വായിക്കാൻ. ആ കൽപ്പനയാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്. ഏത് കാര്യങ്ങളും നിങ്ങൾ വായിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമത്തിലാണ്. കാരണം ഇവിടെ കാണുന്നതെല്ലാം അള്ളാഹുവിന്റേതാണ്. ഈ ലോകത്ത് കാണുന്നതെല്ലാം, കാണുന്നതും കാണാത്തതും ആയിരിക്കുന്ന എല്ലാം ആരുടേതാണ്? അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് അവന്റെ നാമത്തിലാണ് നാം പറയേണ്ടത് എല്ലാ കാര്യങ്ങളും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉൻസിലത്ത് അലയ്യ ആയത്തുൻ ലം തൻസിൽ അലാ നബിയിൻ ഗൈരി സുലൈമാൻ ഇബ്നു ദാവൂദ വഗൈരി വഹിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എനിക്കും മഹാനായിരിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിനും ഒഴികെ ഒരു പ്രവാചകനും ബിസ്മി അവതരിക്കപ്പെട്ടിട്ടില്ല. അവതരിക്കപ്പെടാത്ത ആയിരിക്കുന്ന ഒരു ആയത്ത് അത് ബിസ്മി ആകുന്നു എന്നാണ്. മറ്റുള്ളവർക്കൊക്കെ വേറെ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. റഹ്മാൻ എന്നും ഹഫീ എന്നും പല രൂപത്തിലൊക്കെ പല പ്രവാചകന്മാർക്ക് ഇതിന്റെ സ്ഥാനത്തുള്ള മറ്റുള്ള ആയത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ബിസ്മി എന്ന നിലക്ക് ആ പേര് കൊണ്ട് വഹി ഇറങ്ങിയിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രഥമമായിട്ട് ഇറങ്ങിയ ആയത്തിൽ പോലും അള്ളാഹുവിന്റെ നാമത്തോടെ നിങ്ങൾ പാരായണം ചെയ്യൂ, വായിക്കൂ എന്നാണ്. പ്രപഞ്ചത്തെ വായിക്കും. ഈ ഇഖ്റ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, അത് അള്ളാഹുവിന്റെ നാമം കൊണ്ട് വായിക്കേണ്ടത് എന്തിനെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടോ? അവിടെ പറഞ്ഞോ? സൂറത്തുൽ അലഖിൽ പറഞ്ഞിട്ടുണ്ടോ വായിക്കേണ്ടത് എന്തിനാണെന്ന്? അല്ലെ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു കിതാബ് ഉണ്ടായിരുന്നോ? റസൂലിന് മുമ്പ് ഒരു കിതാബ് നിർത്തി വെച്ച് ഇരിക്കുമ്പോഴാണോ ജിബ്രീൽ വന്നത് വായിക്കുന്നു പറഞ്ഞിട്ട്? അതല്ല, റസൂലുള്ളാഹിക്ക് വായിക്കാൻ അറിയില്ല. റസൂലുള്ളാഹിക്ക് ഗ്രന്ഥം നോക്കി വായിക്കാൻ അറിയില്ല, ഉമ്മിയായിരുന്നു. അപ്പോ അതെന്താണ് അതിന്റെ അർത്ഥം? എല്ലാം വായിക്കുക, പ്രപഞ്ചത്തെ വായിക്കുക, നിങ്ങളുടെ നാടിനെ വായിക്കുക, നിങ്ങളുടെ വീടിനെ വായിക്കുക, ഇസ്ലാമികമായിരിക്കുന്ന വായന വായിക്കുക. അള്ളാഹുവിന്റെ നാമത്തിലുള്ള വായന ഇസ്ലാമികമായിരിക്കുന്ന വായനയാണ് നാം വായിക്കേണ്ടത്. അപ്പൊ വായനക്ക് ഒരു പ്രത്യേകതയുണ്ട് സഹോദരന്മാരെ. നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ നിർദ്ദേശിക്കുന്നത് എന്താ? വായിക്കണം, വായന നല്ലോണം വേണം. പക്ഷെ വായിക്കേണ്ടത് ഒരു നിബന്ധനയോടുകൂടെ. അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ വായിക്കുകയാണെങ്കിൽ എങ്ങനെ വായിക്കണം? അള്ളാഹുവിന്റെ നാമത്തോടെ വായിക്കണം.
പക്ഷെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് വായിക്കാൻ പറ്റാത്തത് വായിക്കരുത്. വായിക്കുകയാണെങ്കിൽ അള്ളാഹു നാമത്തോടെ വായിക്കാൻ പറ്റുന്നത് വായിക്കുക. അതിന് എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ, അതായത് നമ്മുടെ അറിവിനെ പരിപോഷിപ്പിക്കുന്നത്, നമ്മുടെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്നത്, നമ്മുടെ റബ്ബിലേക്ക് അടുപ്പിക്കുന്നത്, ആ രീതിയിലുള്ള നല്ല വായന ആയിരിക്കണം. അശ്ലീലമായിരിക്കുന്ന വായന, അശ്ലീല വായന നമുക്ക് ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റുമോ? ഇല്ല. കള്ളു കുടിക്കുമ്പോൾ ഒരാൾ ഏത് കള്ളുകുടിയാണെങ്കിൽ, ഒരു മുസ്ലിം കള്ളുകുടിയന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ കള്ളു കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കുടിക്കാറുണ്ടോ? അവർക്കറിയാം അത് ബിസ്മി ചൊല്ലി കുടിക്കാൻ പറ്റാത്ത സാധനമാണെന്നുള്ളത്. പക്ഷെ ബിസ്മിയെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയാൽ, കുടിക്കുമ്പോൾ എല്ലാം ബിസ്മി ചൊല്ലിട്ടാണ് കുടിക്കേണ്ടത് എന്ന് ബോധമുള്ള ഒരു മുസ്ലിം, അവൻ എന്തെങ്കിലും വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിസ്മി ചെല്ലും. അപ്പോൾ എന്ത് ചെയ്യും? കള്ളാണ് അവന്റെ കയ്യിലെങ്കിൽ അവൻ ആ ബിസ്മി ഓർമ്മ വന്നാൽ ആ കള്ളിനെ അവൻ ഒഴിവാക്കി പോവാൻ സാധ്യതയുണ്ട്. അല്ലേ? അള്ളാഹുവിന്റെ നാമം കൊണ്ടാണല്ലോ കുടിക്കേണ്ടത്. അപ്പൊ ഈ കള്ള് കുടിക്കാൻ പറ്റുമോ പടച്ചവനെ റബ്ബെ? അപ്പോ അള്ളാഹുവിന്റെ നാമം കൊണ്ട് കുടിക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ഇത് ഞാൻ ഒഴിവാക്കുന്നു. അത് ഒഴിവാക്കി പറയാൻ കൂടി ഒരു കാരണം. അപ്പൊ അള്ളാഹുവിന്റെ നാമം കൊണ്ട് വായിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തെ മുഴുവനാണ്. പ്രപഞ്ചം മുഴുവനും നാം വായിച്ചുകൊണ്ടേയിരിക്കണം. വായന വേണം. ഒരു മാസത്തിൽ 2 ബുക്കുകളെങ്കിലും നമ്മൾ വായിച്ചു തീർക്കണം. ഇസ്ലാമിക ബുക്കുകൾ 2 ബുക്കുകളെങ്കിലും നാം വായിച്ചു തീർക്കണം. ഇസ്ലാമിക ബുക്ക്, മനസ്സിലായില്ലേ? ഇസ്ലാമിക സംസ്കാരം, ചരിത്രം, തഫ്സീറുകൾ, ഹദീസുകൾ, അഖീദകൾ തുടങ്ങിയതായിരിക്കുന്ന വിഷയത്തിൽ വന്ന് ഒരുപാട് നമ്മുടെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ ഇഷ്ടമാതിരിയുണ്ട്. അവകളൊക്കെ വാങ്ങാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ നെറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അതിലൂടെ സെർച്ച് ചെയ്തുകൊണ്ട് നല്ല നല്ല ബുക്കുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നല്ല എഴുത്തുകൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം വായിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രയാണം. വായന നോക്കൂ. നിങ്ങൾ ആ ആയത്തിൽ തന്നെ എന്ത് പറഞ്ഞത്? റഹ്മാൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. കണ്ടോ? വായനയും പേനയും, ബുക്കും പേനയും കേട്ടോ. വായിക്കുക, പേന, ഇതൊക്കെ ഇതാണ്. അതായത് ഇന്ന് ലോകത്തിന്റെ എല്ലാ പുരോഗതിക്കും കാരണം എന്താ സഹോദരന്മാരെ? വായിക്കാതിരുന്നതാണോ? വായിച്ചിട്ട്, അതുപോലെ എഴുത്തിലൂടെയും വായനയിലൂടെയും ചിന്തയുടെയും ഉടലെടുത്തതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ പുരോഗതിക്ക് നിദാനമായി കിടക്കുന്നത്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ, എന്തെല്ലാം ആലോചനകൾ, അതെല്ലാം എഴുത്തും വായനയിലൂടെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൈമാറി പോരുന്നതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹു നമുക്ക് അക്കല് തന്ന് അക്കൽ കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞു. ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാശയത്തിലേക്ക് എത്തുന്നു. ആ ആശയം നമ്മൾ എഴുതുന്നു, അത് മറ്റുള്ളവരേക്ക് എത്തുന്നു, അതൊരു സിദ്ധാന്തമായിട്ട് രൂപം പ്രാപിക്കുന്നു. അങ്ങനെ പലതും. ഏതലാട്ടെ. അപ്പം ബിസ്മിയുടെ പ്രാധാന്യം നമുക്ക് ഈ ഹദീസിലൂടെ വേറെ ഹദീസ് കാണാം. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ലമ്മാ നസല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിറങ്ങിയപ്പോൾ ഹറബൽ ഗനമു ഇലൽ മശ്രിഖി വസകനത്തിർ റിയാഹു വഹാജൽ ബഹ്റു വഅസ്ഗത്തിൽ ബഹായിമു വഹലഫല്ലാഹു തആല വഅസ്ഗത്തിൽ ബഹായിമു ബിആദാനിഹാ, വഅസ്ഗത്തിൽ ബഹായിമു ബിആദാനിഹാ എന്നട്ടോ. അതിന് വറുജുമത്തി ശയാത്തീനു മിനസ് സമായി വഹലഫല്ലാഹു തആല ബിഇസ്സതിഹി വജലാലി അല്ലാ യുസമ്മാ ഇസ്മുഹു അലാ ശൈഇൻ ഇല്ലാ ബാറക ഫീഹി. എന്താ പറഞ്ഞത്? ബിസ്മി ഇങ്ങോട്ട് അവതരിച്ചപ്പോൾ മേഘം പടിഞ്ഞാറോട്ട് ഓടി എന്നാ പറഞ്ഞത്. മേഘങ്ങളൊക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു. വസകനത്ത് റിയാഹു, കാറ്റുകളും കോളുകളും അടങ്ങി ശാന്തമായി. പക്ഷേ ഹാജൽ ബഹറു, സമുദ്രം പ്രക്ഷുബ്ധമായി. വാസകത്തിൽ ബഹായിമു ബിആദാനിഹാ, മൃഗങ്ങളെല്ലാം ചെവി കൂർപ്പിച്ചുകൊണ്ട് അതിന്റെ ആരംഭം ലേക്ക് ശ്രദ്ധ കൊടുത്തു. ശ്രദ്ധയോടെ അവർ ചെവി കൂർപ്പിച്ചിരുന്നു മൃഗങ്ങൾ. റുജുമത്തി ഷയാത്തീനും, മൃഗങ്ങൾ എന്തെല്ലാം കാട്ടിക്കിട്ട് നമുക്കല്ലോ അറിയോ അല്ലേ? മൃഗങ്ങളുടെ പ്രവർത്തനത്തിൽ, മൃഗങ്ങളുടെ നീക്കത്തിൽ, ചലനത്തിലൊക്കെ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. ഭൂകമ്പം വരികയാണെങ്കിൽ ഇവിടെ ആദ്യം മനുഷ്യന്മാർക്ക് മുമ്പ് ആരാവിടെ അറിയുന്നത്? മൃഗങ്ങൾ അറിയുന്നു, പക്ഷികൾ അറിയുന്നുണ്ട്.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഖബറിലെ ശിക്ഷ ജിന്നും മിൻസുമല്ലാത്ത എല്ലാം കേൾക്കും, മൃഗങ്ങൾ കേൾക്കും, അല്ലാത്തവരൊക്കെ കേൾക്കും. മൃഗങ്ങൾക്ക് അറിയാൻ സാധിക്കും ചിലതെല്ലാം. റുജുമത്തിശയാത്തീനു മിനസ്സമായി, വാനലോകത്ത് നിന്ന് പിശാചുക്കളെ എറിയപ്പെട്ടു, ആറ്റിയൊക്കെ പറ്റപ്പെട്ടു. കാരണം ബിസ്മി നല്ല പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇറങ്ങുന്നത്. വഹലഫല്ലാഹു തആല ബിഇസ്സതിഹി വജലാലിഹി, അല്ലാഹു തആല അവന്റെ മഹത്വവും അവന്റെ പ്രതാപവും കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു, അല്ലാ യുസമ്മ ഇസ്മുഹു അലാ ശൈഇൻ ഇല്ലാ ബാറക ഫീഹി. അല്ലാഹുവിന്റെ നാമം ഒന്നിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങിയതിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമെന്ന് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞു. കണ്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മിയോട് തുടങ്ങിയ ഒരു കാര്യം അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. മനസ്സിലായില്ലേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ കാലൊന്നിങ്ങനെ വഴുതിപ്പോയി. റസൂലുള്ളാഹിന്റെ നടത്തത്തിലേ ഒന്ന് കാലൊന്ന് തെന്നിപ്പോയി. തെന്നിപ്പോയപ്പം കൂടെ ഉണ്ടായിരുന്ന സഹാബി പറഞ്ഞു, സഹാബിയുടെ പേര് ഇവിടെ പറയുന്നില്ല, ആരാ, റദീഫ് എന്നാ പറയുന്നത്, റസൂലുള്ളാഹിന്റെ റദീഫ്, കൂടെ സഞ്ചരിച്ചിരുന്ന വ്യക്തി. എന്ത് പറഞ്ഞ്, ആസറ ബിൻ നബി ഫഖുൽതു തൈസ ശൈത്താനു, ശൈത്താൻ ശപിക്കട്ടെ, ശൈത്താൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു, തൈസ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു, ലാ 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 തഖുൽ തൈസ ശൈത്താൻ, തൈസ ശൈത്താൻ എന്ന് പറയരുത്. ഫൈന്നക ഇദാ ഖുൽത തൈസ ശൈത്താനു, ശൈത്താൻ പിന്നെ ക്ഷയിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ, ക്ഷീണിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ താളം അവന് കുറച്ചുകൂടെ അഹങ്കാരം കൂടുക ചെയ്യുന്നത്. വഖാല ബിഖുവത്തി സറഅതുഹു, അപ്പൊ ഞാൻ എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, എന്റെ കുവ്വത്ത് കൊണ്ടാണ് ഞാൻ അവൻ എന്തിരിക്കുന്നത്, വൈദ്യ തള്ളിയിട്ടത് എന്നോ പറയും. അപ്പൊ കാരണം അവിടെ കാലൊന്ന് വൈദ്യ വികാൻ പോയപ്പോൾ തൈസ് ശൈത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെന്ത് മനസ്സിലാക്കി, ഞാനാണ് അവനെ തള്ളിയിട്ടതെന്നുള്ള ഒരു അഹങ്കാരം അവന് വരുന്നത്. അതുകൊണ്ട് പറയേണ്ടത് എന്താ അറിയോ, എന്തെങ്കിലും ഒരു പിന്നെ അസ്വാഭാവികമായിട്ട് അനിഷ്ടകരമായിരിക്കുന്ന കാര്യം വല്ലതും സംഭവിച്ചാൽ എന്ത് പറയണം, വൈദാ ഖുൽത ബിസ്മില്ലാഹ് തസാഗറ ഹത്താ യസീറ മിസ്ലു ദുബാബ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈച്ചയെ പോലെ അവന് ചുരുങ്ങിപ്പോകും പിശാച്. കണ്ടോ, നമ്മുടെ വീട്ടിൽ സഹോദരന്മാരെ, ഈ അറബികൾക്കിടയിൽ സാധാരണഗതിയിൽ ഓരെന്തെങ്കിലുമൊക്കെ ഒരു മുമ്പിലേക്ക് പെട്ടെന്ന് നമ്മളാട് ഒന്ന് വീണു പോയാൽ നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് വരിക, പരസ്പരം കാണാതെ ഒരു ബിൽഡിങ്ങിന്റെ രണ്ട് ഭാഗത്തുനിന്ന് ഒരാൾ വരുന്നത്, ഒരാൾ പുറത്തും ഒരാൾ അതിന്റെ കോണിൽ വെച്ചുകൊണ്ട്, കോർണറിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് കണ്ടുമുട്ടുമല്ലോ. പെട്ടെന്ന് ഒരു അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയാൽ ഒരു ബിസ്മില്ല എന്നാ പറയാ, പെട്ടെന്ന് അല്ലേ, ബിസ്മില്ല എന്നാ പറയാ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടുന്നൊരു ശബ്ദം കേട്ടാൽ ബിസ്മില്ല എന്നാ പറയാം. അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? നിങ്ങളത് കേട്ടില്ല, ഞാനത് പലപ്പോഴും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. നമ്മൾ അഊദു ബില്ലാ എന്ന് പറയും, നമ്മൾ അഊദു ബില്ലാ എന്ന് പറയും, ബിസ്മില്ല എന്ന് പറയും, ബിസ്മില്ല എന്ന് പറയാം, മനസ്സിലായില്ലേ? അങ്ങനെ പറയുമ്പോൾ തസാഗറ ഹത്താ എന്താ പിന്നെ ഹത്താ യസീറ മിസ്ല ദുബാബ്, ഈച്ചയെ പോലെ അവൻ ആയിത്തീരുന്നുള്ള. പോട്ടെ, അപ്പൊ നമ്മൾ അതിന്റെ ഫضലും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ബിസ്മി കൊണ്ട് തുടക്കം കുറിക്കാത്ത എല്ലാം ബർക്കത്ത് മുറിക്കപ്പെട്ടതാണ്. കുല്ലു അംരി ദീബാലിൻ ലാ യദൂഫി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മി കൊണ്ട് തുടങ്ങാത്തത് മുഴുവനും ബർക്കത്ത് മുറിക്കപ്പെട്ടു പോയ, വിച്ഛേദിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാത്തിനും നല്ല നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടാവും, നമ്മുടെ സംസാരത്തിലാവട്ടെ, നമ്മുടെ പ്രസംഗത്തിലാവട്ടെ, നമ്മുടെ ഭക്ഷണത്തിലാവട്ടെ, നാം ഉറങ്ങിപ്പോകുമ്പോഴാവട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാവട്ടെ, പള്ളി കയറുമ്പോഴാവട്ടെ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാവട്ടെ, ഹലാൽ കടക്കുമ്പോഴാവട്ടെ, ഉദൂന്റെ ആദ്യത്തിലാവട്ടെ, തുടങ്ങിയത് എല്ലാ നല്ല കാര്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്യണം, ബിസ്മിയോ തുടങ്ങേണ്ടതുണ്ട്. പിന്നെ ഇനി നമ്മൾ മറ്റു ചില വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താ അവിടെ അർത്ഥം വെച്ചാൽ, നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട്, തിരുനാമം കൊണ്ട്, അള്ളാഹുവിന്റെ തിരുനാമം ശരിക്കും ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ തിരുനാമം കൊണ്ട്. ഈ അള്ളാഹുവിന്റെ തിരുനാമം ഏതാ? അള്ളാഹുവിന്റെ തിരുനാമം ഏതാണ്? പറയൂ. അള്ളാഹുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ളത് അള്ളാഹിന്റെ നാമം തന്നെയല്ലേ? അള്ളാഹ് എന്നുള്ളത് അള്ളാഹിന്റെ നാമല്ലേ, അല്ലേ? പിന്നെന്താ അള്ളാഹിന്റെ നാമം എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഏത് നാമാണത്? അള്ളാഹുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള തന്നെ ഒരു നാമം തന്നെ അല്ലേ? അതെ, അള്ളാഹ് എന്നുള്ള നാമം തന്നെ. അപ്പൊ അള്ളാഹുവിന്റെ നാമം എന്ന് പറയുമ്പോൾ വേറെ നാമാണോ? അർ റഹ്മാൻ റഹീം എന്നുള്ള നാമാണോ? അത് ഞാൻ നോക്കി, അതായിരിക്കുമോ നോക്കിയാലും തഫ്സീർ നോക്കുമ്പോൾ
അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാൻ, റഹ്മാനായ നാമം നോക്കാൻ പറ്റുമോ? അങ്ങനെ വെക്കുമ്പോൾ തഫ്സീറിലൊക്കെ പറയുന്നത് അങ്ങനെ പറ്റൂല. എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാൻ എന്ന് പറയുന്ന റഹ്മാൻ എന്ന് പറയുന്ന നാമം കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സിഫത്താണ്, ഇസ്മിന്റെ സിഫത്തല്ല എന്ന് പ്രത്യേകം തഫ്സീർ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ ഒരു വഴിയുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ നാമം, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹ് എന്നുള്ളത് നാമമാണെങ്കിൽ അബൂബക്കർ എന്റെ പേരെന്താന്ന് ചോദിക്കല്ലേ? അതേമാതിരി ആവൂലേ? അബൂബക്കർ എന്റെ പേരെന്താണ്? അബൂബക്കറിന്റെ പേരെന്താന്ന് വെച്ചാൽ അബൂബക്കറിന്റെ പേരെന്താന്ന് വെച്ചാൽ എന്താ പറയാ? നിങ്ങളിപ്പോ പറഞ്ഞതന്നല്ല, അബൂബക്കർ തന്നെയല്ലോ അവന്റെ പേര്. എന്ത് അതുപോലെ അള്ളാഹിന്റെ നാമം എന്ന് വെച്ചാല് അള്ളാഹ് എന്നുള്ള അള്ളാഹിന്റെ നാമം തന്നെയല്ലേ? ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്ന വിഷയം, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹുവിന്റെ നാമം വെച്ചാൽ അള്ളാഹ് എന്നുള്ളത് എന്നൊരു നാമം തന്നെ. പിന്നെ അള്ളാഹുവിന്റെ നാമം എന്ന് പറയാൻ കാരണം അതിന് ഇവിടെ പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഇവിടെ ചില പറഞ്ഞു പിന്നെ ഇസ്മി എന്നുള്ളത് തസ്മിയത്തിന്റെ മാനാക്കാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട്, തസ്മിയത്തിന് ഇവിടെ ഇസ്മിന് ഇവിടെ തസ്മിയത്തിന് മാനാക്ക്. കാരണം ഇസ്മ എന്നുള്ളത് എന്തല്ല, പിന്നെ ഇസ്മ മുസമ്മ ഒന്നാണോ എന്നുള്ളൊരു ചർച്ച ഉണ്ട്. അതൊരു ഫൽസഫിയായ ഒരു താത്വികപരമായ ചർച്ചയാണെങ്കിലും നമുക്കതിൽ കാര്യങ്ങളുണ്ട്. ഖുർആനുമായിട്ട് ആയത്തിൽ ഇറങ്ങി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചില പദങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയങ്ങൾ വരാം. ചില സ്ഥലത്ത് കാണാം, പിന്നെ ചില സ്ഥലത്ത് കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അതുപോലെ തന്നെ പിന്നെ വദ്കുരിസ്മ റബ്ബിക്ക, അല്ലേ? എന്താ അതിന്റെ അർത്ഥം? വദ്കുരിസ്മ റബ്ബിക്ക എന്ന് പറഞ്ഞാല് റബ്ബിന്റെ നാമത്തെ ഓർക്കുക, അങ്ങനല്ലേ? വദ്കുരിസ്മ റബ്ബിക്ക വതബത്തൽ ഇലൈഹി തബ്തീല, അല്ലേ? അങ്ങനല്ലേ? വദ്കുരിസ്മ റബ്ബിക്ക എന്ന് പറഞ്ഞാല് റബ്ബിന്റെ നാമത്തെ ഓർക്കുക. വദ്കുരിസ്മ റബ്ബിക്ക ബുക്റതൻ വഅസീല, റബ്ബിന്റെ നാമം നിങ്ങൾ ഓർക്കണം രാവിലെയും വൈകുന്നേരവും. അള്ളാന്റെ റബ്ബിന്റെ ഇസ്മ ഓർക്കണം തന്നെ. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? അവിടൊക്കെ പറഞ്ഞ് പിന്നെ അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ പേരിനെയാണ് അള്ളാഹിനല്ല ഓർക്കേണ്ടത്, അള്ളാഹിന്റെ പേരിനാണോ? അള്ളാഹിനെ ഓർക്കണം, അള്ളാഹിന്റെ പേരിനെ ഓർക്കേണ്ടത്. അതാ ഇനി വേറെ ആയത്തിൽ എന്താണത്? വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ, അള്ളാഹുലേക്ക് നിങ്ങൾ മുഖം കുത്തി വീഴുക എന്ന് വെച്ചാല് മുറിഞ്ഞങ്ങ് വീഴുക അള്ളാഹുവിലെ ആരാധനയിലേക്ക്. അപ്പൊ വേറെ ആയത്ത് കാണാം. അപ്പൊ ഇതിലൊക്കെ എന്താ കണ്ടത്? പിന്നെ അള്ളാഹുവിന്റെ ഇസ്മിനെ കുറിച്ചാ പറയുന്നത്. നോക്കിയോളൂ, ഞാൻ വരാം. വേറെ ആയത്ത് നോക്കിയോ? മസാജിദ് യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറ, അള്ളാഹുവിന്റെ പള്ളികള്, ആ അള്ളാഹുവിന്റെ പള്ളികൾ വെച്ചുകൊണ്ട് കൂടുതലും യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി, അള്ളാഹുവിന്റെ നാമത്തെ പറയപ്പെടുന്നുണ്ട്, കസീറ അതിൽ വെച്ചുകൊണ്ട് കൂടുതലും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ ഇസ്മ പറഞ്ഞത്, അള്ളാഹനല്ലേ പറഞ്ഞത്. നമ്മൾ ഇസ്മുല്ലാഹു അക്ബർ നമ്മൾ പറയല് ആണോ? ഇസ്മുല്ലാഹു അക്ബർ എന്നാണോ നമ്മൾ പറയുന്നത്? ആണോ സഹോദരന്മാരെ? ബാങ്ക് കൊടുക്കുമ്പോ ഇസ്മുല്ലാഹു അക്ബർ എന്നാണ്, അല്ലെ? നമ്മൾ സുജൂദ് പോകുമ്പോ റുക്കൂ പോകുമ്പോ സുബ്ഹാന ഇസ്മ റബ്ബിയൽ അലീം എന്നാണ് നമ്മൾ ചൊല്ലുന്നത്? അല്ല. അതുപോലെ റുക്കൂൽ പിന്നെ സുജൂദിൽ പോകുമ്പോ സുബ്ഹാന എന്താണ്? സുബ്ഹാന ഇസ്മ റബ്ബിയൽ അലീം, അല്ലെ? സുബ്ഹാന റബ്ബി ഇസ്മ റബ്ബിയൽ അലാന്നോ? സുജൂദുൽ റുക്കൂലൊന്നും അള്ളാഹ് ഇസ്മിനെ നമ്മൾ പറയുന്നില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താണ്? മസാജിദു ഫിഹാ മസാജിദു യുദ്കറു ഫിഹാ ഇസ്മുല്ലാഹി കസീറ, ചില പള്ളികള്, ആ പള്ളികൾ അള്ളാഹുവിന്റെ നാമത്തിനെയാണ് കൂടുതലായിട്ടും അതിൽ പറയപ്പെടുന്നത്. ഇനി കാണാൻ ചില വേറെ ആയത്തിലൊക്കെ എന്താണ്? അമാലക്കും അല്ലാ തഅകുലൂ മിമ്മാ ദുക്റ ഇസ്മുല്ലാഹി അലൈഹി, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചോ? അമാലക്കും നിങ്ങൾക്ക് എന്തെന്നാണ്? അല്ലാ തഅകുലൂ മിമ്മാ ദുക്റ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമത്തെ പറയപ്പെട്ടത് നിങ്ങൾ ഭക്ഷിക്കാത്തത് എന്താ? അള്ളാഹിന്റെ നാമം പറഞ്ഞുകൊണ്ട് അർത്ഥത്തിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭക്ഷിക്കുന്നില്ല? അവിടെ നിന്നാണ് അള്ളാഹിന്റെ നാമം എന്ന് പറഞ്ഞത്. വേറെയും കാണാൻ ആയത്തിൽ ഫദ്കുർ ഇസ്മുല്ലാഹി അലിയ സവാഫ. അപ്പൊ ഒരു ചില ആയത്തുകളിലൊക്കെ എന്തുണ്ട്? ചില ആയത്തുകളിലൊക്കെ അള്ളാഹ് പറയുന്നത് അള്ളാഹുവിന്റെ ഇസ്മിനെയാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ സ്മരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ? വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വാസില എന്നും വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല എന്നും
ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിന്റെ ഇസ്മിനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്ന് പ്രവാചകനോട് പറയുന്നു, അല്ലെ ഉമ്മത്തിനോട് പറയുന്നു. എന്നാ വേറെ ചില ആയത്തിൽ എങ്ങനെയുള്ളത്? നമ്മൾ ഇപ്പൊ എന്താ ചോദിച്ചത്? വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല എന്നൊരു ആയത്ത് നമ്മൾ ഓതിയില്ലേ? അതേമാതിരി തന്നെ വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീല എന്ന ഈ ആയത്ത് നോക്കി നിങ്ങൾ. ഇതിലെങ്ങനെ നോക്കൂ? യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹുഹു ബുക്റതൻ വഅസീല. കണ്ടങ്ങൾ ഇതിലെങ്ങനെയുള്ളത്? സത്യവിശ്വാസികൾ ഉദ്കുറുല്ലാഹ അള്ളാഹിനെ ഓർക്കണമെന്ന്. അപ്പൊ ചില ആയത്തിലൊക്കെ അള്ളാഹിനെ ഓർക്കണമെന്നാണ്. എന്നാലേ തൊട്ടമേത്തെ പറഞ്ഞത് നമ്മളിവിടെ ഇപ്പൊ മുമ്പ് പറഞ്ഞതോ വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീല. ചിലപ്പോൾ അള്ളാഹ് പറയുന്നത് അള്ളാഹിന്റെ ഇസ്മിനെ ഓർക്കണമെന്ന്, ചിലപ്പോൾ അള്ളാഹ് പറയുന്നത് അള്ളാഹിനെ ഓർക്കണമെന്ന്. എന്താ ഇപ്പൊ ചെയ്യാ? ഏതാ നമ്മൾ ഓർക്കുക? രണ്ടെണ്ണാണോ? അപ്പോൾ സംശയം വരൂലേ? അതുപോലെ തന്നെ ഇതിപ്പോ കണ്ടില്ല നിങ്ങള്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹു ബുക്റതൻ വഅസീല. അതുപോലെ തന്നെ വേറെ ആയത്ത് കാണാം, എന്ത്? ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. കണ്ടോ? ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാക്കും. കണ്ടോ? അള്ളാഹ് നിങ്ങൾ ഓർക്കണം, അള്ളാഹ് നിങ്ങൾ ഓർക്കുക. കണ്ടോ? വദ്കുർ രണ്ടാമത് ആവർത്തിച്ച് വദ്കുറൂഹു കമാ ഹദാക്കും. വേറെ ആയത്ത് കാണാം, വദ്കുറുല്ലാഹ കദിക്രിക്കും ആബാക്കും വശദ്ദ ദിക്റ എന്ന് വേറെ ആയത്ത് കാണാം. എന്തിയാ? ഫദ്കുറുല്ലാഹ. ഉണ്ടോ? അവിടെ എന്താ? ഫദ്കുറുല്ലാഹ അള്ളാഹ് നിങ്ങൾ ഓർക്കണം. നിങ്ങളെ പിന്നെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? അള്ളാഹ് നിങ്ങൾ സ്മരിക്കണം. ഇവിടെ ഇപ്പൊ എന്താ? അപ്പൊ ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു സംശയം വന്നു. ഒഞ്ഞി വേറെ നോക്കുക, ഒരു ആയത്തോടെ നോക്കുക, ഇന്നൊന്നും കൂടുതൽ ആവശ്യമില്ല. പിന്നെ നമുക്ക് സാധാരണ സുപരിചിതമായിരിക്കുന്ന ഒരു ആയത്തുണ്ട്. എന്താണിത്? കണ്ടോ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. കണ്ടോ? അല്ലദീന സത്യവിശ്വാസികളെ കുറിച്ചാ പറയുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അവര്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നിട്ടും അതുപോലെ പിന്നെ എല്ലാ അവസ്ഥകളിലും അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നു. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്താകുലരാകുകയും ചെയ്യുന്നുണ്ട്. ചിന്തിക്കുന്നവരാണ്. ഫിക്ർ. കണ്ടോ? അതുപോലെ തന്നെ വേറെ ചില ആയത്തുകൾ കാണാം. ഇനി തസ്ബീഹിന്റെ എടുത്ത് നോക്കി, നിങ്ങൾ തസ്ബീഹിന്റെ കാര്യം എടുത്ത് നോക്കുക. പിന്നെ ഇതിപ്പോ എന്താണ്? ബിസ്മിനെ പറ്റില്ലേ? തസ്ബീഹ് ചെല്ലോടത്ത് അള്ളാഹു തആല എങ്ങനെ പറയുന്നത്? ചിലപ്പോ അള്ളാഹ് പറയുന്നുണ്ട് സബ്ബിഹി ബിസ്മി റബ്ബിക. ആണോ? ഇവിടെ നോക്കി നിങ്ങള്, ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. കണ്ടോ? ആയത്ത് ഇവിടെ തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നല്ലദീന ഇൻദ റബ്ബിക, റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളതായിരിക്കുന്ന ഒരു വിഭാഗം. റബ്ബിന്റെ അടുക്കൽ വെച്ചാൽ അള്ളാഹിന്റെ അടുക്കൽ സ്ഥലം കൊണ്ടല്ല കേട്ടോ, സ്ഥാനം കൊണ്ടാണ്. സ്ഥലമല്ല, സ്ഥാനം. അള്ളാഹു തആലക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട്, സ്ഥലം ആവശ്യമില്ലാത്തത് കൊണ്ടിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് മനസ്സിലാക്കേണ്ട? സൃഷ്ടികൾ പരസ്പരം അടുക്കൽ എന്നൊക്കെ ആവുന്നത് പോലെയുള്ള അർത്ഥമാണെന്ന് മനസ്സിലാക്കരുത്. അള്ളാഹുവിന്റെ ചേർത്ത് പറയുമ്പോൾ സ്ഥലകാല സ്ഥലകാലത്തിന് അതീതനായത് കൊണ്ട് തന്നെ അവനിലേക്ക് ചേർത്ത് പറയുന്ന ഒന്നിനും എന്തില്ല, ഒരു സ്ഥലത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അവൻ പ്രത്യേകമായിട്ട് നമ്മൾ ചേർക്കേണ്ടതില്ല. അതല്ലാട്ടെ. അപ്പോ ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. കണ്ടോ? ഇവിടെ എന്താ പറഞ്ഞത്? യുസബ്ബിഹൂനഹു, അള്ളാഹുവിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. കണ്ടോ? അള്ളാഹുവിനെ അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ തസ്ബീഹ് ആരിലേക്ക് ചേർത്തത്? ഇവിടെ തസ്ബീഹ് ചേർത്തത് അള്ളാഹുവിലേക്ക്. എന്നാ വേറെ ആയത്ത് നോക്കി നമ്മൾ ഫസ്റ്റ് തന്നെ, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർആ. കണ്ടങ്ങള്? സബ്ബിഹ് ഇസ്മ റബ്ബിക. ഇവിടെ എന്തായി? ആദ്യത്തെ ആയത്തില് യുസബ്ബിഹൂനഹു, അള്ളാഹുവിനെ അവർ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, എന്താവുന്നുണ്ട്? വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞത്? സബ്ബിഹ് ഇസ്മ റബ്ബിക, റബ്ബിന്റെ നാമത്തെ എന്ത് ചെയ്യുക? വാഴ്ത്തുക. കണ്ടോ? വേറെയും കാണാം വസബ്ബിഹി ബിസ്മി റബ്ബിക്കൽ അലീം. ചില ആയത്ത് കാണാം വസബ്ബിഹി ബിസ്മി റബ്ബിക്കൽ അലീം എന്ന് കാണാം. വേറെ മറ്റു ചില ആയത്തിൽ സബ്ബിഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി എന്ന് കാണാം. വേറെ ആയത്തിൽ തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന തബാറക ഇസ്മു റബ്ബിക. കണ്ടോ? തബാറക്കല്ലദീ എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതുപോലെ തബാറക ഇസ്മു റബ്ബിക എന്ന് അള്ളാഹുവിന്റെ ഇസ്മിലേക്കും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്.
കണ്ടോ? ഇങ്ങനെ വന്നതുകൊണ്ട് നാം മനസ്സിലാക്കണം. ചില ആയത്തുകളിലൊക്കെ അള്ളാഹുവിലേക്ക് നേരിട്ട് ചേർത്തിക്കാണ്, ചില ആയത്തിലൊക്കെ അള്ളാഹുവിന്റെ ഇസ്മിലേക്ക് ചേർത്തിട്ടാണ്. ഇവിടെ ബിസ്മിയിൽ എങ്ങനെയുള്ളത്? ബിസ്മില്ലാഹി എന്നുള്ളടത്ത് ബില്ലാഹി. നോക്കൂ നിങ്ങൾ, ഔദ് ഓതുമ്പോൾ നമ്മൾ എങ്ങനെ ഓതിയത്? ഔദ് ബിസ്മില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാ ഓതിയത് ആണോ? ഔദ് ബിസ്മില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാ ഓതിയത്? അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് കാവലിനെ തൊടുന്നതാണെന്നാണ് പറഞ്ഞത്? അല്ല, ആണ് ഔദ് ബില്ലാഹി എന്നാ പറഞ്ഞത്. നമ്മള് മനസ്സിലാവുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് പിന്നെ ചില ആയത്തുകളിൽ അള്ളാഹുവിന്റെ നാമത്തിലേക്കാണ്, നാമത്തിനെ പുകഴ്ത്തുന്നു, നാമത്തിനെ വാഴ്ത്തുന്നു, നാമത്തിനെ പരിശുദ്ധമാക്കുന്നു എന്നൊക്കെ. പക്ഷെ ചില ആയത്തിലോ അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്നു, അള്ളാഹുവിനെ വാഴ്ത്തുന്നു, ഇങ്ങനെയൊക്കെ കാണാം. ഇതെന്താ തമ്മില്? ഇങ്ങനെ ഇത് രണ്ട് രൂപത്തിൽ തസ്ബീഹും അള്ളാഹുവിന്റെ ദിക്റും ഒക്കെ രണ്ട് രൂപത്തിൽ വന്നപ്പോൾ ചിലരെന്ത് പറഞ്ഞ്, ഇവിടെ അതിന് പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വന്നോട്ടെ, കുഴപ്പമില്ല. അള്ളാഹുവിന്റെ ഇസ്മും മുസമ്മി ഒന്നാണല്ലോ. ഇസ്മും മുസമ്മി എന്ന് വെച്ചാൽ പിന്നെ രണ്ടും ഒന്ന് തന്നെയാണ്. അള്ളാഹ് എന്നുള്ളതും അള്ളാഹു താലയും ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു. അള്ളാഹിന്റെ പേര് തന്നെയാണ് അള്ളാഹുവിന്റെ സത്തയും. ഇസ്മും മുസമ്മയും ഒന്നാണെന്ന് ചിലർ പറഞ്ഞു. കാരണം അവർക്കുള്ള ന്യായം എന്തെന്ന് ചോദിച്ചാല് പിന്നെ ഇവിടൊക്കെ രണ്ടർത്ഥമല്ലല്ലോ. സബ്ബിഹിസ്മ റബ്ബിക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഇസ്മിനെ വാഴ്ത്താന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ തന്നെ വാഴ്ത്തണം ആണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ വാഴ്ത്തണം എന്ന്. അതുകൊണ്ട് അള്ളാഹിന്റെ ഇസ്മു തന്നെയാണ് അള്ളാഹ് എന്നുള്ളത്. അപ്പൊ അള്ളാഹിനെ വാഴ്ത്താന്ന് പറഞ്ഞാലും അള്ളാഹിന്റെ ഇസ്മു വാഴ്ത്താന്ന് പറഞ്ഞാൽ ഒന്നാണ്. എന്തുകൊണ്ട്? ഇസ്മും ആ ഇസ്മിന് പേര് വെക്കപ്പെട്ട ഒന്ന് രണ്ടും എന്തിനു ഒന്നാകുന്നു, ഇസ്മു മുസമ്മി ഒന്നാകുന്നു എന്നുള്ള വാദത്തിൽ നിന്നാ പോകുന്നത്. എന്നാ നമ്മൾ പറയാ ആദ്യം ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണം. ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മു എന്ന് പറഞ്ഞാൽ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മു ഫീല് ഹർഫ്. പ്രാഥമികമായിട്ട് നഹ്വ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ട് പഠിക്കുന്നത് എന്താണ് ഇസ്മ്, എന്താണ് ഫീല്, എന്താണ് ഹർഫ് എന്ന. ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലിപ്പോ പിന്നെ പഠിച്ച ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും, നഹ്വും സർഫും ഒക്കെ പഠിച്ച ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്താണ് ഇസ്മ്? ഇസ്മു എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിന്മേൽ അറിയിക്കുന്ന ഒരു പദം അല്ലേ? നിങ്ങളിപ്പോ എന്താണ് പിന്നെ CBA കുട്ടി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യാസീൻ എന്ന് പറഞ്ഞു. ഈ യാസീൻ എന്നുള്ളത് എന്താണ്? അതൊരു നാമമാണ്. എന്തുമേൽ അറിയിക്കുന്നുണ്ട്? ആ നാമം സ്വീകരിച്ച ഒരു സത്തയുടെ മേൽ അറിയിക്കുന്നുണ്ട്. അപ്പോ ഒരു സത്തയുടെ മേൽ അറിയിക്കുന്ന ഒരു നാമം. പക്ഷെ എന്തില്ല, നാമമാകുമ്പോൾ അതിന് കാലഭേദങ്ങൾ ഉണ്ടാവില്ല. അതായത് കാലത്തിനോട് ബന്ധം ഉണ്ടാവില്ല. മിൻ ഗൈരി യഖ്തരിന പിന്നെ ബിഅഹദി മിനൽ ഔഖാത്തി അല്ലേ? ഒരു സമയത്തിനോട് ബന്ധിക്കാതെ കണ്ടിട്ട്. അതായത് മാദി എന്നോ മുളാരി എന്നോ ഹാലെന്നോ മുസ്തഖ്ബിൽ എന്നോ, അതായത് ഭാവിയും ഭൂതവും വർത്തമാനത്തിനോട് ബന്ധിക്കാതെ വെറും അർത്ഥത്തിന്മേൽ കുറിക്കുന്നത്. അപ്പൊ പിന്നെ ഉദാഹരണം പറയാ, പിന്നെ യാസീൻ എന്ന് പറഞ്ഞു. യാസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാസീൻ വെന്നു എന്ന് പറഞ്ഞാല്, വെന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാ സമാൻ വരുന്നുണ്ട്. പക്ഷെ യാസീൻ എന്ന് പറയുമ്പോൾ എന്തായി? ആ വ്യക്തിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയം അറിയിക്കുന്നില്ല. നേരെ മറിച്ച് ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനുമേൽ ഒരു അർത്ഥത്തിന്മേൽ അറിയിക്കുകയും ചെയ്യും, അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു സമയത്തുമേൽ അറിയിക്കും. അതാണ് സമാന്, അല്ലെങ്കിൽ ഫീല്. മനസ്സിലായില്ലേ? ഫീല് എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു സമാനുമേൽ അത് അറിയിക്കും. ഉദാഹരണം പറയാ, ജാ സെയ്ദുൻ, സെയ്ദ് വന്നു എന്ന് പറയുമ്പോ ഈ സെയ്ദ് എന്നുള്ളത് പിന്നെ വന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന പിന്നെ ഭൂതത്തിന്മേലാണ് അത് കുറിച്ചിരിക്കുന്നത് അല്ലെ? സെയ്ദ് വന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ടാടെ, വന്നു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. സെയ്ദിന്റെ വരവ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ. അപ്പൊ അതിനെ സമാൻ അറിയിച്ചു. അപ്പൊ സമാൻ അറിയിക്കുമ്പോൾ അതെന്തായി? ഫീലായി. സമാൻ അറിയിക്കാതെ ഒരു അർത്ഥത്തിന്മേൽ കുറിക്കുമ്പോൾ അത് ഇസ്മായി. ഹർഫ് എന്ന് പറഞ്ഞാല് ഇതൊന്നും എന്താണ്? സ്വന്തമായിട്ട് അർത്ഥമില്ല, മറ്റൊന്നിനോട് ചേർന്നെങ്കിൽ മാത്രമേ അർത്ഥം ഉണ്ടാവുള്ളൂ. മനസ്സിലായത്? ഇസ്മു എന്ന് പറയുമ്പോൾ ഒരു സമയത്തിനോട് ബന്ധിക്കാതെ കണ്ട് ഒരർത്ഥത്തിന്മേൽ, ഒരു വസ്തുവിന്റെ മേൽ അറിയിക്കുന്നത്, അതാണ് ഇസ്മു, അതാണ് നാമം. ഫീൽ എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിന്മേൽ അറിയിക്കും, ഏതെങ്കിലും ഒരു സമാനിനോട് ബന്ധിച്ചു, ഒരു സമയത്തിനോട് ബന്ധിച്ചുകൊണ്ട്, മാദിയോടോ ഭാവി ഭൂതം വർത്തമാനം എന്നീ കാലത്തിനോട് ബന്ധിച്ചുകൊണ്ട് ഒന്നുമല്ല അറിയിക്കുന്നതിനാണ് ഫീൽ എന്ന് പറയുന്നത്. ഹർഫ് എന്ന് പറഞ്ഞാലോ, ഹർഫ് അവ്യയം എന്നൊക്കെ പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? അത് സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല, വേറെ ഒന്നിനോട് ചേർന്നെങ്കിലും അർത്ഥം. സുമ്മ എന്ന് പറഞ്ഞു, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത്? പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ ഓരോന്ന് ചേർത്ത് കൊടുക്കണം. മുമ്പുള്ളോട് പിന്നെ അതിനോട് ചേർത്ത് പറയുമ്പോൾ നമ്മൾ എന്താവുള്ളൂ?
ജാ സെയ്ദുൻ സുമ്മ അംറുൻ, സെയ്ദ് വന്ന് പിന്നെ അംറും വന്ന്. അപ്പൊ വെറും സുമ്മാന്ന് മാത്രം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവും. എന്ത് പിന്നെ എന്ന് ചോദ്യം വരും. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ ഹർഫ് എന്ന് പറയുന്നത് ഒന്നിനോട് ഒരു കാലത്തിനോടും അല്ല സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് ചേർന്നാൽ മാത്രം അർത്ഥമുണ്ടാകുന്നതും. ഫീൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തുമേൽ അറിയിച്ചുകൊണ്ട് ഒന്നിന്മേൽ അറിയിക്കുന്നത്. ഇസ്മ എന്ന് പറയുമ്പോഴോ ഒരു കാര്യത്തുമേൽ അറിയിക്കില്ല, ഒരു സത്തയുടെ മേൽ അറിയിക്കും. നാമം, വെറും നാമം. എന്താ അതിന്റെ പേര് പറയും, എന്താ സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പറയാം. എന്താ പേര് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ പേര് എന്നുള്ളത് എന്താണ്? ഒരു വസ്തുവിൽ അറിയിക്കുക. അപ്പൊ ബിസ്മില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ. അപ്പൊ ഇവിടെ അതാണ് ഇസ്മ. അപ്പൊ പിന്നെ പേന എന്ന് പറഞ്ഞാൽ ഈ പേന എന്ന് പറയുന്നത് അതിന്റെ ഇസ്മാണ്. പേന എന്നുള്ള സാധനം അതിന്റെ മുസമ്മയാണ്. മനസ്സിലായോ? പേന എന്നുള്ളത് ഇസ്മ, പേന എന്നുള്ള സാധനം. പേന എന്നിവിടെ എഴുതുമ്പോ ഞാൻ പറയുമ്പോഴൊക്കെ എന്താ വരുള്ളത്? ഇസ്മകളെ പറയാൻ കഴിയുള്ളൂ, ഇസ്മയെ പറയാൻ കഴിയുള്ളൂ. അല്ല ദാത്ത് പറയാൻ കഴിയോ? അതിന്റെ സത്ത പറയാൻ കഴിയോ? നമുക്ക് സത്ത പറയാൻ കഴിയോ? ഇല്ല. നമ്മൾ നാവുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്? അതിന് നാമങ്ങളാണ്. ഉദാഹരണം പറയാം. ഞാൻ ചോദിക്കട്ടെ പിന്നെ നിങ്ങൾ തീയെന്ന് പറഞ്ഞു. തീയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞപ്പോ അതിന്റെ സത്തയാണോ പറഞ്ഞത്, അതിലെ നാമമാണോ പറഞ്ഞത്? നിങ്ങൾ അതിന്റെ സത്തയാണോ? അതിന്റെ സത്ത നിങ്ങളെ നാമലായോ? അതിന്റെ ആ തീ നിങ്ങൾ നാവുമലായപ്പോ നിങ്ങൾ തീന്ന് പറഞ്ഞപ്പോഴത്തേന് ഇല്ല. തീ എന്ന് പറഞ്ഞ സാധനം അതിന്റെ സത്ത നാവുമലാവുന്നില്ല, എന്റെ നാമമാണ്. നാവുമലാ വിവരറിയും. മനസ്സിലായില്ലേ? നാവുമലാൽ വിവരറിയും. നാവ് പൊള്ളും. അപ്പൊ എന്താ? തീ എന്ന് പറയുമ്പോൾ അതിന് നാം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ വെള്ളമെന്ന് ദാഹിച്ച് പറയുന്നവനെ വെള്ളം എന്ന് പറഞ്ഞു. വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തൊള്ളയിൽ വെള്ളം വരുമോ? ദാഹിച്ച് പറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞതുകൊണ്ട് അവന്റെ തൊള്ളയിൽ വെള്ളം വരുമോ? ഇല്ല. അപ്പൊ അത് പറയുന്നത് എന്താണ്? അതിന്റെ നാമമാണ്, സാധനമാണ്, മുസമ്മ. അപ്പോ ഇവിടെ പിന്നെ നോക്ക്, നിങ്ങൾ ഈ ഖുർആനിലൊക്കെ പറഞ്ഞ വദ്കുരിസ്മ റബ്ബിക്ക ഉണ്ടോ? നോക്കിയോളി. വദ്കുരിസ്മ റബ്ബിക്ക. ഞാൻ പറയാം, നമ്മൾ ചെറിയ വിശദീകരണം അത് ഞാൻ അവസാനിപ്പിക്കാം. വദ്കുരിസ്മ റബ്ബിക്ക, റബ്ബിന്റെ നാമത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഈ ഓർക്കുക എന്നുള്ളത് ദിക്ർ എന്നുള്ളത് ഹൃദയം കൊണ്ട് ഓർക്കുന്നതിനും പറയാം, നാവ് കൊണ്ട് ഓർക്കുന്നതിനും പറയാം. മനസ്സിലാക്കണം. ഈ വിഷയം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാണ്. ഇതിപ്പോ നമ്മൾ ഈ വിഷയം ഇപ്പം കഴിഞ്ഞു കൊടുക്കും. നമ്മൾ അതിനേക്കാൾ പിന്നെ ഇതിലേക്ക് നമുക്ക് പോകാനിരിക്കുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ നാമത്തെ ഓർക്കുക എന്നൊക്കെ പറയുമ്പോ ഈ ഓർക്കുക എന്നുള്ളത് ഹൃദയം കൊണ്ടും ആവാം, നാവ് കൊണ്ടും ആവാം. ഹൃദയം കൊണ്ടും ആവാം, നാവ് കൊണ്ടും ആവാം. ഹൃദയം കൊണ്ടും ആവാം, നാവ് കൊണ്ടും ആവാം. അപ്പം പിന്നെ ബദ്കുരിസ്മ റബ്ബിക്ക എന്ന് പറയുന്നത് എന്തായി? ഇസ്മിലേക്ക് ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് എങ്ങനെ വരണം? അള്ളാഹുവിന്റെ നാമത്തെ നിങ്ങൾ ഓർക്കുക എന്ന് പറയണമെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന പദം ഉണ്ടല്ലോ, അള്ളാഹു എന്ന് പറയുന്ന പദം, ആ പദത്തിനോട് കൂടെ എന്ത് ചെയ്യുക? അല്ലാഹു അൽഹംദുലില്ലാ, അല്ല ശുക്റുലില്ലാ, അസ്സനാഉലില്ലാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങിയതായിരിക്കുന്ന അള്ളാഹുവിനെ ചേർത്തുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതായിരിക്കുന്നതിനാണ് എന്ത് പറയാ? ആ ഇസ്മ, അള്ളാഹുവിന്റെ ഇസ്മിനെ. അപ്പൊ ചിലയിടത്ത് അള്ളാഹു തആല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അള്ളാഹുവിന്റെ നാമത്തിന് നിങ്ങൾ തസ്ബീഹ് ചെയ്യുന്ന പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയാം. അപ്പൊ എന്താ ഇത്? അള്ളാഹു എന്ന് പറയുന്ന നാമം നമ്മുടെ നാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ ഇയാടെ? അള്ളാഹുവിന്റെ ഇസ്മിനെ പറയലായി, അള്ളാഹുവിന്റെ ഇസ്മിനെ തസ്ബീഹ് ചെല്ലലായി. പക്ഷെ ഇതേമാതിരി തസ്ബീഹ് എവിടെയുണ്ട്? നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അതെന്തുകൊണ്ടല്ല? ഹൃദയത്തിൽ പേരുകൊണ്ടാണോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക. മനസ്സിലാക്കണം. ഹൃദയം കൊണ്ടുള്ള തസ്ബീഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക, അവൻ ചെയ്തു തന്നായിരിക്കുന്ന പിന്നെ അവന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം, അതുപോലെ അവന്റെ ഉന്നതമായ സൗന്ദര്യമുള്ളതായിരിക്കുന്ന അവന്റെ ഗുണങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന സ്മരണയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഹൃദയം കൊണ്ട് നമ്മൾ നടത്തുന്നത്. അപ്പൊ എന്തായി? വദ്കുരില്ല എന്ന് പറയുമ്പോൾ എവിടേക്ക് വെക്കുക? ചെറിയൊരു ഒരു വിശദീകരണം എന്നാണല്ലോ, ഒരു വ്യാഖ്യാനം. വദ്കുരില്ല, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഹൃദയം കൊണ്ട് നിങ്ങൾ സ്മരിക്കുക എന്നാക്കുക. ഹൃദയത്തിൽ എന്ത് ചെയ്യുക? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും അവന്റെ അളമത്ത്, അവന്റെ വണ്ണവലിപ്പത്തെ കുറിച്ചുകൊണ്ട് അവന്റെ മഹത്വത്തെ കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട് ഹൃദയം ധന്യമാക്കുക. വദ്കുരിസ്മ റബ്ബിക്ക, ഇസ്മോട് കൂടി പറയുമ്പോഴാണെങ്കിലോ, ഇസ്മോട് കൂടി പറയുമ്പോൾ അതിന്റെ നാവ് കൊണ്ട് പറയും ചെയ്യാം. അപ്പൊ എന്താ? കൽബിയാദിക്കുറായി ലിസാനിയാദിക്കുറായി. മനസ്സിലായോ? കൽബിയാദിക്കുറ എന്ന് പറയുമ്പോ എന്താ? ഒൽക്കുറുക, അള്ളാഹ് നിങ്ങൾ ഓർക്കുക. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുമ്പോ അവിടെ കൽബിയാദിക്കുറ് ആയിക്കോട്ടെ. അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? മനസ്സിൽ ഓർത്തുകൊള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ കരുതിക്കൊള്ളൂ. അപ്പൊ
ഉദ്കുറുല്ലാ ഇസ്മു കൂടാതെ ഉദ്കുറുല്ലാ എന്ന് മാത്രം പറയുമ്പോൾ അത് ഹൃദയം കൊണ്ടുള്ളതിനേക്ക് വെക്കുക. പിന്നെ ഇസ്മല്ലാ എന്ന് പറയുമ്പോഴാണെങ്കിലോ അതെവിടേക്കും വെക്കുക, നാവ് കൊണ്ട് വെക്കുക. അപ്പൊ എങ്ങനെയാ നാവ് കൊണ്ടൊക്കെ എങ്ങനെയാണ്? അപ്പൊ തസ്ബീഹ് അല്ല, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ അള്ളാഹിന്റെ ഇസ്മു കൂട്ടിയിട്ടുള്ള തസ്ബീഹുകളാ, അല്ലേ? ദിക്റുകളാണ്, അള്ളാഹിന്റെ ഇസ്മു പറഞ്ഞുകൊണ്ടുള്ള ദിക്റുകളാ. അപ്പൊ എന്തായി? അത് ഇസ്മിയാ ദിക്റായി, നാവ് കൊണ്ടുള്ളവർക്കും ദിക്റായി. മറ്റെന്തായി? ഹൃദയത്തിൽ എന്ത് ചെയ്യുക? അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും പിന്നെ അള്ളാഹുവിന്റെ പിന്നെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള സ്മരണയും നന്ദിയും കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായി? അത് കൽബിയാ ദിക്റുമായി. അപ്പൊ ഈ രണ്ട് ദിക്റിലേക്കും, ഒന്ന് കൽബിയാദോ ഒന്ന് ലിസാനിയാ ദിക്റിലേക്കും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചില സ്ഥലത്ത് ഇസ്മല്ലാ എന്നും ചില സ്ഥലത്ത് അള്ളാഹ് എന്നും ഇസ്മ കൂടാതെയും പറഞ്ഞിരിക്കുന്നത് എന്ന് ചില വ്യാഖ്യാനം. അത് ഒരു നല്ലൊരു വ്യാഖ്യാനമായെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് പറയുന്നുള്ളൂ. പിന്നെ വേറെ ചില പിന്നെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇത് കുറച്ചും കൂടി എന്താണെന്ന് നമുക്ക് അത് കുറച്ചും കൂടി ഒരു മന്തിഖിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഏതായാലും അപ്പൊ ഇതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ പിന്നെ ഇസ്മും മുസമ്മ രണ്ട് തന്നെയാണ്. ഇസ്മു എന്ന് പറയുമ്പോൾ നാവ് കൊണ്ട് പറയുന്നത്, പിന്നെ അള്ളാഹുവിന്റെ മുസമ്മയെ കുറിച്ച് നമുക്ക് ഓർക്കാനേ കഴിയുള്ളൂ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാനേ കഴിയുള്ളൂ. അന്നേക്ക് പിന്നെ എന്ത് ചെയ്യുക? അത് ഹൃദയത്തിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതിലേക്ക് ഇദ്കുറുല്ലാഹിനെ ചേർക്കുകയും ചെയ്യാവുന്നതാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹിലൊക്കെ ഈ വിഷയം നന്നായി പറഞ്ഞിട്ടുണ്ട്. ഏത്? ഇസ്മല്ല മുസമ്മ. ഇസ്മ വേറെ, മുസമ്മ വേറെ. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, മുസമ്മ എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് ഇസ്മ മുസമ്മ ഒന്നല്ല എന്നുള്ള നിലപാട്. അത് നമ്മൾ എന്ത് ചെയ്യുക? വേണ്ട, കൂടുതൽ ആ കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലണ്ട. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയത് ചില ആയത്തുകളിൽ ഇസ്മിനെ കൂടാതെ കണ്ട് വെറും അള്ളാഹുവിനെ മാത്രം ഉദ്കുറുല്ലാഹ വസബ്ബിഹു ലില്ലാഹി എന്നൊക്കെ അള്ളാഹുലേക്ക് മാത്രം തസ്ബീഹും ദിക്റൊക്കെ ചേർത്തുകൊണ്ട് പറഞ്ഞത് കാണാം. ചില ആയത്തിൽ അള്ളാഹുവിന്റെ ഇസ്മിനെ തസ്ബീഹ് ചെല്ലാനും ഇസ്മിനെ കൊണ്ട് തുടങ്ങാനും പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഒന്ന് നാവ് കൊണ്ടുള്ളതാണ്, മറ്റൊന്ന് ഹൃദയം കൊണ്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ അപ്പൊ ആ കാര്യം അവിടെ അവസാനിപ്പി. പിന്നെ സാന്ദർഭികമായിട്ട് ഒന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹീഹ് ഹദീസിൽ വന്നാണ് ഇബ്നു ഹിബ്ബാനൊക്കെ ഉദ്ധരിച്ച, ഹാക്കിമൊക്കെ തന്നെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ്. പിന്നെ അൻഖുബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ലമ്മാ നസലത്ത് ഫസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലീം, കേട്ടോ, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്നുള്ള പിന്നെ ഏത് വന്നപ്പോ ആയത്ത് ഇറങ്ങിയപ്പോൾ, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ ഞാൻ അവിടെ അടിച്ചുതരാം. ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, ഇജ്അലുഹാ ഫീ റുകൂഇക്കും, അത് നിങ്ങൾ റുകൂലാക്കിക്കൊള്ളി, അത് നിങ്ങൾ റുകൂലാക്കിക്കൊള്ളി എന്ന് പറഞ്ഞു. കേട്ടോ നിങ്ങള്? ഏത്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന ആയത്തിന്റെ അവസാനാണ്. ആ ആയത്തിന്റെ അവസാനം കണ്ട് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അപ്പൊ അള്ളാഹു എന്താ പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിന്റെ നിങ്ങളുടെ രക്ഷിതാവിന്റെ മഹത്വമായ നാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? വാഴ്ത്തുക, നാമം നിങ്ങൾ വാഴ്ത്തുക എന്ന് അള്ളാഹുവിന് കൽപ്പനയുണ്ട്. അപ്പോ ഉമ്മത്തുകളോട്, മുസ്ലിമീങ്ങളോട്, ജനങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് നിങ്ങളെ നിസ്കാരങ്ങളിലുള്ള ദിവസവും 5 നേരം നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ റുകൂയിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കുക, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ നടപ്പിൽ വരുത്തുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റുക്കൂ പോകുമ്പോ സുബ്ഹാന റബ്ബിയൽ അലീം, കണ്ടോ? അവിടെ നമ്മൾ എന്ത് പറയുന്നില്ല? സുബ്ഹാന ഇസ്മ റബ്ബിയൽ അലീം എന്നാണ് പറയുന്നത്. അല്ല, സുബ്ഹാന ഇസ്മ റബ്ബി, അല്ലാഹു തആല പറഞ്ഞ എന്താണ്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക. അതിനർത്ഥം എന്താണ്? ഫസബ്ബിഹ് നാതിഖൻ, ഫസബ്ബിഹില്ലാഹ നാതിഖൻ ബിസ്മിഹി, അല്ലാഹുവിന്റെ പേരിനെ കൊണ്ട്, അല്ലാഹു പേര് ഉച്ചരിച്ചുകൊണ്ട് അവനെ വാഴ്ത്തുക എന്നുള്ള. ഫസബ്ബിഹ് നാതിഖൻ ബിസ്മി റബ്ബിക്കൽ അലീം, അല്ലാഹുവിന്റെ മഹത്തായ നാമത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലാഹുവിനെ വാഴ്ത്തുക. അപ്പൊ അള്ളാഹിന്റെ കൽപ്പന ഉള്ളത് ഇസ്മിനെ വാഴ്ത്താൻ. അപ്പൊ ഇസ്മിനെ വാഴ്ത്തുമ്പോൾ നമ്മൾ നാവിലൂടെ ആവണ്ടേ? നാവിലൂടെ വാഴ്ത്താൻ മതി. നാവിലൂടെ വാഴ്ത്തൽ എങ്ങനെയാണ്? നാവിലൂടെ വാഴ്ത്തൽ പിന്നെ ഇത് തന്നെ, സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബിയൽ അലീം എന്നൊക്കെ. ഫലമ്മാ നസലത്ത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലാ, ഉണ്ടോ സൂറത്തുൽ ഗാശിയയുള്ള സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലാ എന്നുള്ളതായിരിക്കുന്ന ആയത്തിറങ്ങിയപ്പോൾ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇജ്അലുഹാ ഫീ സുജൂദിക്കും, അത് നിങ്ങൾ സുജൂദിലാക്കുക. അപ്പോ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലാ എന്നുള്ളതായിരിക്കുന്ന ആയത്തിറങ്ങിയപ്പോൾ നമ്മുടെ റുകൂൽ അത് പ്രാവർത്തികമാക്കാൻ പറഞ്ഞു. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലാ എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ അത് നമ്മുടെ സുജൂദിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു?
അത് പ്രാവർത്തികമാക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ, അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, സുജൂദില് പോകുമ്പോൾ എന്താ പറയുന്നത് നമ്മള്, സുബ്ഹാന റബ്ബിയൽ ആല. എന്തുകൊണ്ട് ആയത്തിൽ എങ്ങനെയുള്ളത്, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്നുള്ള ആയത്തിലുള്ളത് അതാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ സുജൂദിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, സുബ്ഹാന റബ്ബിയൽ ആല എന്ന് പറയുന്നത്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്നാണ് പിന്നെ മറ്റൊരു ആയത്തിലുള്ളത്. അത് അല്ലാഹുവിന്റെ റസൂൽ റുക്കൂലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, റുക്കൂയില് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് പറയുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് അലീമെന്നും ഒരു സ്ഥലത്ത് അയലാമെന്ന് പറയാൻ കാരണം രണ്ട് പിന്നെ രൂപത്തിലാണ് രണ്ട് ആയത്തിറങ്ങിയത്. ആ രണ്ടായത്തും രണ്ട് സ്ഥലത്ത് വെച്ചുകൊണ്ട് നാം അത് നടപ്പിൽ വരുത്തുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശം, പ്രവാചകൻ നമ്മോടുള്ള ഉപദേശം നാം അത് നടപ്പിലാക്കുന്നു. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്, ആദ്യം ഇവിടെ ഈ രണ്ടായത്തിലും അള്ളാഹുവിന്റെ ഇസ്മിനെ തസ്ബീഹ് ചെല്ലാനും അള്ളാഹുവിന്റെ ഇസ്മിനെ നിങ്ങൾ വാഴ്ത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും റുക്കൂ പോയി ഇങ്ങോട്ട് അങ്ങനെയല്ല ചെല്ലേണ്ടത്, സുബ്ഹാന ഇസ്മ റബ്ബിയൽ അലീം വബിഹംദിഹി എന്നോ സുബ്ഹാന ഇസ്മ റബ്ബിയൽ അലീം അലാമെന്നോ സുബ്ഹാന ഇസ്മ റബ്ബിയൽ അല എന്നല്ല ചെല്ലേണ്ടത്. അവിടെ ഇസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ, നാവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാവിൽ നിങ്ങൾ അള്ളാഹിനെ വാഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോ പിന്നെ നേരെ മറിച്ചുകൊണ്ട് വേറെ ആയത്തില് സബ്ബിഹില്ലാഹ യുസബ്ബിഹു ലില്ലാഹി എന്നൊക്കെ കാണാം. അള്ളാഹുവിനെ തസ്ബീഹ് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ടിലേക്ക് അവിടേക്കും വെക്കാവുന്നതാണ് എന്നർത്ഥം. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതും ഇങ്ങനെ ഒരർത്ഥം ആവാൻ സാധ്യതയുണ്ടെന്ന് പറയാം. നമുക്ക് അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ചുകൊണ്ട് ഇന്നതാണ് ഇതിന്റെ മുറാദ് എന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കും പറ്റില്ല. അത് പ്രവാചകനെ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പ്രവാചകന്മാർക്ക് എന്ത് ചെയ്യുള്ളൂ, ആയത്തിന്റെ മുറാദ് ഇന്നതാണെന്ന് ഗണ്ഡിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത രീതിയിലുള്ള ആയത്തുകൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഹദീസിന്റെ തെളിവ് പിടിച്ചുകൊണ്ട് പറയുന്നത്, ഭാഷാപരമായ പിൻബലത്തോടെ തന്നെ പറയാൻ പറ്റുന്നതൊക്കെ നമുക്ക് എന്ത് പറയാം, ഇതും അതിന് സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഖുർആൻ തഫ്സീർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇതും അതിന്റെ അർത്ഥമാവാൻ സാധ്യതയുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഇന്നതാണെന്ന് അള്ളാഹുവിന്റെ മുറാദിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൈകടത്താൻ കഴിയില്ല. നമ്മൾ അറിവില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ മുറാദ് ഗണ്ഡിച്ച് പറയാൻ സാധ്യമാവുന്ന ഏക വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ ആര് മാത്രമാകുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മാത്രമാകും. ഏതായാലാവട്ടെ, അപ്പൊ ആ വിഷയം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. അപ്പൊ എന്താ ബിസ്മില്ലാഹി, അള്ളാഹ് എന്നുള്ളത് വേറെന്താ, അള്ളാഹ് എന്ന് എന്താണ്, ബിസ്മി കഴിഞ്ഞ് അള്ളാഹ് എന്നുള്ളത് അത് യഥാർത്ഥത്തില് പിന്നെ അതിന്റെ അസലെന്താണ്, അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ്, അള്ളാഹ് എന്നുള്ളത് ഇത് ശരിക്കും മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അൽ ഇലാഹ് എന്നുള്ളത് അതിന്റെ നിഷ്പത്തി അത് ഏതാണ്, അൽ ഇലാഹ് എന്ന് പറയുന്ന അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹ് എന്നുള്ളത് പിന്നെ അൽ ഇലാഹി എന്നുള്ള അതിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ഏത് പിന്നെ ഇലാഹിനിക്കും ദൈവത്തിനിക്കും ദൈവമായിട്ട് ആരോപിക്കപ്പെടുന്നതിനിക്കും യഥാർത്ഥ ദൈവത്തിനൊക്കെ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന അർത്ഥം വെക്കുക. നമ്മൾ മലയാളത്തിൽ അങ്ങനെ അർത്ഥം വെക്കുക. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനോ അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനും ഇലാഹ് എന്ന് പറയാറുണ്ട് അറബി ഭാഷയിൽ. പിന്നെ അതിലേക്ക് എന്ത് കടന്ന് അൽ ഇലാഹ് എന്ന് ഹക്കായ നിലക്ക് ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിന് അൽ ഇലാഹ് എന്ന് പറഞ്ഞു വന്ന് പിന്നീട് എന്തായി തീർന്ന് അത് അൽ ഇലാഹ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമായി പറഞ്ഞു വന്ന് അള്ളാഹുവിന് മാത്രമായി തീർന്നു. അങ്ങനെ ഗലബത്ത് കൊണ്ട് അള്ളാഹു എന്നുള്ളത് അള്ളാഹുവിന്റെ പേരായിട്ട് വന്ന്, അള്ളാഹുവിന്റെ സിഫത്തല്ലത്. അള്ളാഹു എന്നുള്ളത് എന്തല്ല, സിഫത്തല്ല. സിഫത്തല്ല വെച്ചാൽ അത് ഒരിക്കലും എന്തായി പറയുന്നില്ല നമ്മള്. അള്ളാഹു എന്നുള്ളത് വേറെ ഒന്നിനും സിഫത്തായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അള്ളാഹു എന്നുള്ളത് പിന്നെ രണ്ടാമതും അർറഹ്മാൻ ആദ്യം അള്ളാഹു എന്നുള്ള അവസാനം, അല്ലെ റഹീമുള്ള ആദ്യം അള്ളാഹ് എന്നുള്ള അവസാനമായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? അള്ളാഹ് എന്നുള്ളത് നമ്മൾ നമ്മളിപ്പോ പറയാനുണ്ടെങ്കിൽ പിന്നെ ഒരാളെങ്ങോട്ട് പിന്നെ വർണ്ണിച്ചു തരിക, ഇല്ല നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ വർണ്ണിച്ചു തരിക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, നമ്മൾ നേതാവിന്റെ പേര് പറയുന്ന ആദ്യം. ആ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അയാൾ ഇന്ന ആളാകുന്നു, അയാൾ നല്ല നേതൃത്വ പാഠമുള്ള ആളാണ്, നല്ല ആകാര ശ്രേഷ്ഠവുമുള്ള ആളാകുന്നു, അയാൾ ആജ്ഞാശക്തിയുള്ള ആളാകുന്നു, പാണ്ഡിത്യമുള്ള ആളാകുന്നു, നല്ല പ്രാസംഗികനാകുന്നു, എഴുത്തുകാരനാകുന്നു, ചിന്തകനാകുന്നു തുടങ്ങിയതായിരിക്കുന്ന വർണ്ണനകൾ ആദ്യം ഏത് പറഞ്ഞിട്ടാ, പേര് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ വസ്തുക്കൾ നമ്മൾ തുടർത്തിക്കൊണ്ടുവരുള്ളത് അല്ലേ? പിന്നെയാണ് വസ്തുക്കൾ തുടർത്തിക്കൊണ്ടുവരാറുള്ളത്. അപ്പൊ ഈ പിന്നെ പേര് എന്നുള്ളതിനാണ് അലമ് എന്ന് പറയുന്നത്. അലമ് ഇസ്മാലമ്, ലക്കബ് അലമ്, കുഞ്ഞത്തലമ് എന്നൊക്കെ പേരുണ്ടല്ലോ. അബു മുഹമ്മദ് എന്ന് പറയുമ്പോൾ എന്തായി, അബു മുമ്മിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിന് കുഞ്ഞത്ത് എന്ന് അറബി പറയാം. കുനിയത്ത്. ലഖബ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ എന്തായിക്കൊണ്ട് നല്ല മദ്ഹ് ചെയ്തുകൊണ്ട് സ്ഥാനപ്പേര് കൊടുക്കുന്നത് എന്താണ്, ഉമ്മു അബ്ദുല്ല എന്ന്. ഉമ്മു അബ്ദുല്ല എന്നുള്ളത് അത് പിന്നെ ആരുടെ പേരാണ്, ആയിഷാബീന്റെ പേരാണ്. അബ്ദുല്ല എന്നുള്ളത് തന്റെ സഹോദരിയുടെ മകൻ അബ്ദുള്ള എന്ന മകളുണ്ടാണ്, അബ്ദുല്ലാഹിന് സുബൈറിനെ അവരിൽ ചേർത്തി പറഞ്ഞാണ്. അല്ലെങ്കിൽ ഇതാണ് പിന്നെ അബുൽ ഖാസിം, അത് റസൂലുള്ളാഹി ഖാസിം എന്ന മകനുണ്ടായത് കൊണ്ട് ആ കുഞ്ഞത്താലിമായി തീർന്ന്, മനസ്സിലായില്ലേ, കുഞ്ഞത്താലിമായി തീർന്ന്. അതുപോലെ പിന്നെ സ്ഥാനപ്പേരായിട്ട് പറയുന്ന
ഇതുണ്ട്. അതൊക്കെ അതിനൊക്കെ എന്താ പറയാ, സ്ഥാനപ്പേരിനാണ് റാസി എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഇബ്നുൽ ഖത്തീബ് എന്ന് പറയും. ഇബ്നുൽ ഖത്തീബ് എന്നുള്ളതും പിന്നെ തന്നെയാണ്, അതും കുഞ്ഞത്തൽമ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇബ്നു അബുലേക്കൊക്കെ ചേർത്ത് പറഞ്ഞത് കുഞ്ഞത്തൽമ തന്നെ. അപ്പം ഇങ്ങനെ ഇബ്നു ഉമ്മും അബു എന്ന് ചേർത്താതെ പറയുന്നതിനേക്കാണ് എന്തൊക്കെ അല്ലെങ്കിൽ ഷെയ്ഖുന എന്ന് പറഞ്ഞു. അതെ, അബുൽ ഐത്താം എന്ന് പറഞ്ഞാൽ അബു കൂട്ടിയ കുഞ്ഞത്തലമായി തീർന്നു. അബും ഉമ്മും കൂട്ടാതെ ഇബ്നും കൂട്ടാതെ വരുന്ന പേരുകൾക്കാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ലഖബ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്ഥാനപ്പേര് കൊടുക്കുമല്ലോ ചിലർക്ക്, അതിനാണ് ലഖബ് എന്ന് പറയാ. ഇസ്മാലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര്, ആ പേര് തന്നെ. റയീസ് എന്നുള്ളത് പറയാ, അതൊരു സ്ഥാനപ്പേരാണ്. അല്ലെ അല്ലുസ്താദ് എന്ന് പറഞ്ഞു, അല്ലുസ്താദ് എന്നുള്ളത് എന്താണ് അല്ലെ? നമ്മൾ അല്ലുസ്താദ് എന്ന് പറഞ്ഞാൽ, അല്ലെ ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രത്യേക ഒരാളായിരിക്കും. അതെന്താണ് ഒരു ഷെയ്ഖുന വഖായിദുന വഖായിദു മില്ലത്തിന, ഇതൊക്കെ എന്താണ്, ആ വസ്ഫൊക്കെ എന്താണ്, അതൊക്കെ ലഖബാകുന്നു. അങ്ങനെ പേര് വന്നാൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന് എന്തുണ്ട്, ഒരു പേരുണ്ട് അല്ലെ? മുസ്ലിം ലീഗിന്റെ പഴയ നേതാക്കളിൽ ഒരാളാണ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, തമിഴ്നാട്ടുകാരൻ. അദ്ദേഹത്തിന് ആ പേര് എങ്ങനെയാണ്, അത് കുഞ്ഞത്തലമല്ല, അത് അലമുമല്ല, എന്താണത്, അതിനെന്താ പറയാ, അതിന് ലഖബ് എന്ന് പറയും, ഖായിദെ മില്ലത്ത്. മനസ്സിലായില്ലേ? ഖായിദെ ആളം, ഖായിദെ മില്ലത്ത്, ഇമാമെ ആളം എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ എന്താകുന്നു, ലഖബ് അലമ് ആകുന്നു. അങ്ങനെ അവർക്ക് മാത്രമേ അത് ഉപയോഗിക്കപ്പെടും. കുത്തുബ് ഇങ്ങനെയുള്ള ഖമറുലുലമ, അതിന് ഖമറുലുലമ എന്നല്ല, എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, അത് എന്താകുന്നു, ലഖബാകുന്നു. നമുക്ക് അങ്ങനെ പറയാം. എതരാട്ടെ. അപ്പം ഇസ്മ അള്ളാഹ് എന്നുള്ളത് അള്ളാഹുവിന് എന്താകുന്നു, അള്ളാഹുവിന്റെ പേരാ. ഏതൊരു വസ്തുവിന് പേരുണ്ടാവുമല്ലോ, പേര് വേണ്ടേ? ആ പേര് അള്ളാഹിന്റെ പേര് അള്ളാഹ് എന്ന് തന്നെ. അള്ളാഹിന്റെ പേരെന്താ വെച്ചാല് അള്ളാഹ് എന്ന് തന്നെയാണ് അള്ളാഹിന്റെ. ഇപ്പൊ ബിസ്മില്ലാച്ച അള്ളാഹ് എന്നതായിരിക്കുന്ന പേര് കൊണ്ട് ഇങ്ങനെ അർത്ഥം വെക്കാം. ബിസ്മില്ലാഹി അള്ളാഹു എന്ന നാമം കൊണ്ട് അങ്ങനെ അർത്ഥം വെക്കാം. അല്ലെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു എന്ന് പേര് വെക്കപ്പെട്ടതായിരിക്കുന്ന സത്തയുടെ നാമം കൊണ്ട്, അള്ളാഹ് എന്ന് പേര് വെക്കപ്പെട്ട സത്തയുടെ നാമം കൊണ്ട്, ആ നാമം ഇത് തന്നെയാണ്. അപ്പൊ ഇലാഫത്ത് എന്താണ്, അള്ളാഹുവിന്റെ നാമം എന്ന് പറയുമ്പോൾ അള്ളാഹ് വേറെ നാമം വേറെ വരുന്നുണ്ട് അവിടെ അല്ലേ? അള്ളാഹുവിന്റെ അയ്യമ്മാ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ എങ്ങനെ വിളിച്ചാൽ അള്ളാഹുവിനെ എന്ത് ചെയ്യൂ, കുലിദുല്ലാഹ അബിദുർ റഹ്മാന, നിങ്ങൾ വിളിച്ചോളൂ, അള്ളാഹ്ന്ന് വിളിച്ചോളൂ, അല്ലെ റഹ്മാൻ വിളിച്ചോളൂ. അയ്യമ്മാ തദഉ ഫലഹു, നിങ്ങൾ എന്ത് വിളിച്ചാലും ഫലഹു അള്ളാഹുവിനെ കൊണ്ട് അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനിക്ക് നല്ല നല്ല നാമങ്ങളുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളൊന്നും കേൾക്കാൻ പറ്റാത്ത നാമങ്ങളല്ല, അതിസുന്ദരമായ സൗന്ദര്യമുള്ള നാമങ്ങളാണ് അള്ളാഹുവിന്റെ നാമങ്ങള്. അത്തൗവാബ്, അർ-റഊഫ്, അർ-റഹീം തുടങ്ങിയതായിരിക്കുന്ന സുന്ദരമായ നാമങ്ങളാണ് അള്ളാഹുവിന്റെ നാമങ്ങള്. ആ നാമങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു, നിങ്ങൾ വിളിച്ചുകൊള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിനിക്ക് എന്തുണ്ട്, അള്ളാഹുവിന് പേരുണ്ടെന്ന് പറയുമ്പോ ഫലഹു എന്ന് പറഞ്ഞാൽ എന്താ സഹോദരന്മാരെ, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാല്, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിനിക്ക് എന്തുണ്ട്, പേരുണ്ട്. അള്ളാഹുവിനിക്ക് ഒരുപാട് നല്ല നല്ല പേരുണ്ട്. അപ്പൊ അള്ളാഹു എന്നുള്ളത് പേരല്ലേ, അത് അള്ളാഹുവിനുള്ളത് എന്ത് പേരാണ്, അത് യഥാർത്ഥ അലമാണ്. അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പറയുമ്പോൾ അവന്റെ സിഫത്തുകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന ഇസ്മുകളാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന ഇസ്മുകൾ. ഉദാഹരണം പറയാ, അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ ലോകം സൃഷ്ടിച്ചു, പ്രപഞ്ചം സൃഷ്ടിച്ചു. അതുകൊണ്ട് അള്ളാഹു തആലക്ക് എന്ത് പേര് വന്നാടെ, ഖാലിഖ് എന്ന പേര് വന്ന്. അള്ളാഹു തആല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു, അതുകൊണ്ട് അവനക്ക് എന്ത് പേര് വന്ന്, റാസിഖ് എന്ന പേര് വന്ന്. ഇങ്ങനെ അതരട്ടെ. അപ്പൊ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു എന്നുള്ളത് പിന്നെ എന്താകുന്നു, അൽ ഇലാഹ് എന്നുള്ളത്, പിന്നെ അൽ ഇലാഹ് എന്നാണ് അതിന്റെ അസ്ല്. പിന്നെ എന്ത് ചെയ്ത്, ഹംസയുടെ ഹറക്കത്തിനെ ഒഴിവാക്കി. അൽ ഇലാഹ് എന്നുള്ളതിന്റെ ഹംസ ഉണ്ട് അവിടെ അടിയിൽ, അൽ ഇലാഹ് എന്നുള്ളത്. ആ ഹംസനെ ഒഴിവാക്കി എങ്ങനെ പറയാ, അല്ലാഹ് എന്നായി അല്ലേ? അൽ ഇലാഹിന്റെ ഹംസ ഒഴിവാക്കിയാൽ അല്ലാഹ് എന്നായി, അല്ലാഹ് എന്നായി. ആ അല്ലാഹ് എന്നുള്ളത് എന്താക്കിയാടെ, പിന്നെ ലാമിന് സുക്കൂനും കൊടുത്ത്, അതായത് ഹംസയുടെ ഹറക്കത്തിനെ മാരിഫാന് ലാമിന് കൊടുത്ത് അല്ലാഹ്, അൽ ഇലാഹ് എന്നുള്ള ലാഹ് 1 2 3 4 5 അക്ഷരങ്ങളാണുള്ളത് അൽ ഇലാഹ് എന്നുള്ളത്. അതിലുള്ളതായിരിക്കുന്നത് അൽ ഇലാഹ് എന്നുള്ളിടത്തുള്ള ആയിരിക്കുന്ന ഹംസയെ അത് എന്താക്കി ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്ത്, അതോടെ ഒഴിവാക്കി, ഹംസയുടെ ഹർക്കത്തിനെ ഒഴിവാക്കി,
പിന്നെ എങ്ങോട്ട് ഇട്ടുകൊടുത്ത് ആ അർക്കത്തിനെ അലിഫ് ലാം അല്ലുള്ള ലാമിൽ ഇട്ടുകൊടുത്തു. അപ്പൊ എന്തായി? അല്ലായി, അല്ലാന്നായി, അല്ലാഹ് എന്നായി. സുമ്മ സുക്കൂനത്ത് പിന്നെന്ത് ചെയ്ത്? ഇനി സുക്കൂന് കൊടുത്ത് അൽ ഇലാഹ് എന്നുള്ള അല്ലാഹ് എന്നായി. അൽ ഇലാഹ് എന്നുള്ള അംസക്ക് സുക്കൂൻ കൊടുത്ത്. അംസക്ക് സുക്കൂൻ കൊടുത്തപ്പോൾ അല്ലാഹ് എന്നായി. വദുഗ്മത്ത് ഫിൽ ലാമി സാനിയ അല്ലാഹ്, അല്ലാഹ്. രണ്ട് ലാമുണ്ട് അവിടെ. രണ്ട് ലാമിന് പിന്നീട് എന്ത് ചെയ്യും നമ്മള്? ലാമിന്റെ ഇലാഹ് എന്നുള്ള അംസയുടെ സുക്കൂന് മുമ്പുള്ള ലാമിന് കൊടുത്ത്, എന്നിട്ട് ലാമിന് സുക്കൂൻ ചെയ്ത്, എന്നിട്ട് അതിനെ രണ്ടാമത്തെ ലാമിന് ഇദ്ഗാം ചെയ്ത് കൂട്ടിച്ചേർത്ത്. അപ്പൊ എന്തായി? അല്ലാഹ്. അൽ ഇലാഹ് എന്നുള്ള എങ്ങനെയായി തീർന്ന്? അല്ലാഹ് എന്നായി തീർന്ന്. സുമ്മ ഫുഹിമത്ത്, പിന്നീട് എന്ത്? തഫ്ഹീമാക്കി, അല്ലാഹ് എന്ന് ഉച്ചരിക്കപ്പെട്ട്. കാരണം എന്തുകൊണ്ട്? അതിന് മുമ്പ് കെസറില്ല. കെസറില്ലെങ്കിൽ അല്ലാഹ് എന്നാവും. ബിസ്മില്ലാഹി എന്നുള്ളടത്തുകൊണ്ടാണ് ഇല്ലാഹി ആയിപ്പാത്. ചില ആളുകളൊക്കെ പറയാം, അറബികൾ തന്നെ, അറബികളും അതുപോലെ അറബി ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. ഞാനിപ്പോ അടുത്തൊരു പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒരു അറബി ക്രിസ്ത്യാനിയുടെ ചേട്ടൻ, അടുത്ത ഒരു ഇസ്ലാമിക വിരോധിയായ ഒരു പത്രോസ്, സക്കരിയ പത്രോസ് എന്ന് പറഞ്ഞ ഒരു ശൈത്താൻ എന്ന് പറയാം. അയാള് ഈ അള്ളാഹ് എന്നുള്ളത് സുബ്ഹാനല്ലാഹ്, ഞാൻ പിന്നെ അതിലേക്ക് മറ്റൊരവസ്ഥ വരാം, ഒരുപാട് പറയാനുണ്ട്. അള്ളാഹ് എന്നുള്ള നിഷ്പത്തി, അള്ളാഹ് എന്ന് പോകുന്നത് ഏതെന്നാണ്? അള്ളാഹ് എന്ന് പോന്നിരിക്കുന്നത് ഇലാഹുൽ ഖമർ, ഖമർ എന്ന് പറയുന്ന ദൈവത്തിനെയാണ് മുഹമ്മദ് ആരാധിച്ചത്. നഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, അൽ ഇലാഹ് എന്നുള്ളത് പഴയ അറബികളുടെ ഈ ഭൂഗർഭ അറകളിൽ നിന്നും അതുപോലെ അവരുടെ പൗരാണിക ഗുഹകളിൽ നിന്നൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ അള്ളാഹ് എന്നുള്ള പേര് അവൾ മുമ്പേ അല്ലാഹ് എന്ന് ഉപയോഗിച്ചിരുന്നു. അത് ചന്ദ്രൻ എന്ന് പറയുന്ന ദൈവത്തിനെയാണ് മുഹമ്മദ് ആരാധിക്കാൻ പറഞ്ഞത്. എത്രമാത്രം വിഡ്ഢിത്തം! ഇവരെ പോലെ ഇത്രയും ജാഹിലീങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇസ്ലാമിന്റെ അടിത്തറ തന്നെ തൗഹീദാ. ഒരു വസ്തുവിനെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് കർക്കശമായിട്ട് ഇന്ന് ലോകത്ത് പ്രചരിപ്പിക്കുന്ന ഏക മതം ഇസ്ലാമാണ്. എന്നിട്ട് ആ ഇസ്ലാമിന്റെ പ്രവാചകന്റെ എതിരിൽ ഇവരെന്താ വേറെ ഒന്നും കിട്ടാനില്ലാത്ത കൊണ്ട് ഇലാഹ് എന്ന് പഴയ അറബികളൊക്കെ എന്ത് ചെയ്തിരിക്കും? ഇലാഹ് എന്ന് പറഞ്ഞ നക്ഷത്രമായ ദൈവത്തിനെ ആരാധിച്ചിരുന്നു. ലാത്ത എന്ന് പറഞ്ഞാല് സൂര്യനാണ്, ഇല്ലാത്താന്നാണ് ഉള്ളത്. അപ്പൊ താവ് കൂടിപ്പൻ സൂര്യനായി. ഇലാഹ് എന്ന് ആയപ്പോ എന്തായി തീർന്ന്? അള്ളാഹ്നായപ്പോ ചന്ദ്രനായി, അല്ലാത്താനായപ്പോ സൂര്യനായി. അപ്പൊ സൂര്യനും ചന്ദ്രനും ഒക്കെ ആരാധിക്കുന്നത് കാരണം ഖുർആനിലൊക്കെ വല്ലുഹാ വല്ലേലി വശംസി വല്ലുഹാഹ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ നക്ഷത്രത്തെ സംബന്ധിച്ച് വന്നിട്ട് മാപ്പിളാരെ നിസ്കരിക്കുന്നതൊക്കെ സൂര്യൻ ഉദിക്കുമ്പോഴും അത് മധ്യത്തിലാവുമ്പോഴും അസ്തമിക്കുമ്പോഴൊക്കെയാണ്. അതൊക്കെ എന്താണ്? ഒരു തരം വിഗ്രഹാരാധനയ്ക്കുള്ള, അതായത് സൗരാഷ്ട്ര എന്ന് പറയുന്നതായ പേർഷ്യയിലെ പഴയ മജൂസിക അഗ്നി ആരാധകരൊക്കെ ചെയ്തിരുന്ന രീതിയിലുള്ള ഒരുതരം നക്ഷത്ര ആരാധനയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് എന്ന് നിർലജ്ജം തട്ടിവിടുന്ന ക്രിസ്തീയ പുരോഹിതന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അവരൊക്കെ നമുക്ക് മറുപടി കൊടുക്കണമെങ്കിൽ സഹോദരന്മാരെ, ഇതിന് നിഷ്പത്തി നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. അള്ളാഹു എന്നുള്ളത് ഇവർ പറഞ്ഞ മാതിരി അല്ലാഹ് എന്ന് പറയുന്ന ദൈവത്തിന്റെ നക്ഷത്രം എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നല്ല അതിന് നിഷ്പത്തിയുള്ളത്. അത് അറേബ്യയിലെ മുശ്രിക്കുകൾ മുമ്പേ കാലം മുതലേ വലൈൻ സഹൽത്തോ മൻ ഖലഖ സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ് ഉണ്ടോ? അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശഭൂമിയെ പടച്ചത് എന്ന് മക്കാ മുശ്രിക്കിനോട് ചോദിച്ചാൽ അവർ അള്ളാഹ് എന്ന് പറയുന്നതാണ്. അപ്പൊ എന്തായി? മക്കാ മുശ്രിക്കുകൾക്ക് അവർ തന്നെ അവരുടെ മുൻകാലത്ത് അള്ളാഹ് എന്നുള്ളതും ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചതായിരിക്കുന്ന ഒരു ഇലാഹി എന്ന അർത്ഥത്തിന് അവർ അള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു. അതല്ലാതെ കണ്ട് അത് നക്ഷത്ര ദൈവത്തിന് ചന്ദ്രദേവനല്ല, ചന്ദ്രദേവനെ കുറിച്ചിട്ടല്ല അള്ളാഹ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അറബികൾ പോലും ഉപയോഗിച്ചത് ഈ ഒരു യാഥാർത്ഥ്യം പോലും അറിയാതെ കണ്ട് അതിനൊക്കെ ഒരു കണ്ണട ചുരുട്ടാക്കിക്കൊണ്ട് പച്ച കള്ളത്തരം പറയാൻ ഈ ക്രിസ്തീയ പാതിരിമാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ അവരിന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ക്രിസ്തീയ പാതിരിമാരിൽ തന്നെ പലരും ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ ഇയാളതൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല. ഈ സക്കരിയ പത്രോസ് എന്ന് പറഞ്ഞേ അത് ലബനാനിലാൻ തോന്നുന്നുണ്ട് ഈ ചങ്ങായിട്ടുള്ളത്. അപ്പോൾ അയാൾ ഇതിനെന്ത് ചെയ്യുന്നതാണ്? ഒരു TV അഭിമുഖത്തിൽ ഇയാള് ഈ വാദം ഉന്നയിക്കുകയാണ്. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്തെ ആള് ചോദിച്ചു, അല്ലാഹ് എന്നുള്ളത് നക്ഷത്രമാണ്, അല്ലാത്ത എന്നുള്ളത് സൂര്യനാണ്, അല്ലാഹ് എന്നുള്ളത് ചന്ദ്രദേവനാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മുസ്ലിമുകൾ അവരുടെ പള്ളിക്ക് മുകളിൽ ചന്ദ്രന്റെ നോക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ പള്ളിക്ക് മുകളിലൊക്കെ തന്നെ ചന്ദ്രക്കല ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയാണ്? പള്ളിക്ക് മുകളിൽ ചന്ദ്രക്കല ഉണ്ടാവുന്നത് ചന്ദ്രനെ ആരാധിച്ചിട്ടാ ആണോ? ചന്ദ്രക്കല എന്നുള്ള ഇസ്ലാമിൽ വല്ല സ്ഥാനമുണ്ട്? അപ്പൊ അതിന്
ചന്ദ്രക്കല എന്നുള്ളത് ഒരു അടയാളത്തിന് മാത്രം വെച്ചതാ, ഒരടയാളത്തിന് മാത്രം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ പിന്നെ ജൂതന്മാര് പിന്നെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നെജിമത്ത് ദാവൂദിന്റെ നെജിമത്ത് നക്ഷത്രം അല്ലേ? നെജിമത്ത് ദാവൂദ് എന്ന് പറയുന്നതാണ് അവർ ഒന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടയാളമായി കൊണ്ടുനടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ കൊണ്ടുനടക്കുന്നത് ഓരോ കാര്യമാണ്, ശരിയാ. അവര് കുരിശ് കൊണ്ടുനടക്കുന്നത്, കുരിശിനെ ആരാധിക്കുന്നവരവര് അത്. പക്ഷെ മുസ്ലിമീങ്ങൾ ചന്ദ്രക്കല വെക്കുന്നത് അത് വെറും ഏതോ പിൽക്കാലത്തെ ഏതോ ഒരു ഖലീഫന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായി പോകുന്നതല്ല. ഇസ്ലാമിൽ അങ്ങനെ അതിന് പ്രത്യേകമായ ഒരു പരിശുദ്ധതയോ ഒരു പിന്നെ പ്രത്യേകമായിരിക്കുന്ന ഒരു പുണ്യമോ ചന്ദ്രന് കൽപ്പിക്കുന്നില്ല. ചന്ദ്രന് സൂര്യനൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം മാത്രമാകുന്നു. അത് അസ്തമിച്ചാലും ഉദിച്ചാലും അതിന് ഗ്രഹണം ബാധിച്ചാലൊക്കെ അത് അള്ളാഹുവിനെ പ്രത്യേകം ആരാധിക്കേണ്ടതായിരിക്കും ഒന്ന് എന്നുള്ളതല്ലാതെ അതിനെ ആരാധിക്കരുത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ഖുർആൻ പിന്നെ നക്ഷത്രത്തെ തുടങ്ങിയ നക്ഷത്രവും സൂര്യൻ തുടങ്ങിയതായിരിക്കുന്ന വസ്തുക്കളെ ആരാധിക്കരുതെന്നാണ്. അപ്പൊ ഞാനിത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ക്രിസ്തീയ പാതിരിമാര് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞുകൊണ്ട് പഴയ അറബികള് അൽ ഇലാഹ് എന്ന് പറയുന്ന അല്ലാഹ് എന്ന് പറയുന്നത് പഴയ അറബികൾ ആരാധിച്ചിരുന്ന ചന്ദ്രദേവനാണ്. ആ ചന്ദ്രദേവന്റെ ആരാധനയാണ് മുഹമ്മദ് നബിയും മക്കയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം എവിടെങ്കിലും കേൾക്കാൻ ഇടവന്നാൽ തെറ്റിദ്ധരിക്കരുത്. അത് യാതൊരു ബന്ധവുമില്ല. അല്ലിലാഹ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു എന്നുള്ളത് അല്ലിലാഹ് എന്നുള്ളതിന് ലോപിച്ച് വന്നിട്ട് അതിനെ ബഹുമാന സൂചകമായിട്ട് അള്ളാഹ് എന്ന് പറഞ്ഞു വരുന്ന ഒരു പദമാണ്. അതല്ലാതെ കണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് അല്ലാ എന്ന് പറയുന്ന പഴയ അറബികൾ ആരാധിച്ചെന്ന പിന്നെ ചന്ദ്രദേവന്റെ വന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ഇയാൾ ടിവിയിലൂടെ, അതായത് അവർ ക്രിസ്ത്യാനികളുടെ ടിവിയാണിത്. ആ ടിവിയിലൂടെ അവരിങ്ങനെ വിഷയം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്ത് അപ്പോൾ തന്നെ ടെലിഫോൺ നമ്പർ അവരിങ്ങനെ കൊടുക്കുന്നുണ്ട്. ടെലിഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ച്, അപ്പോ നിങ്ങളുടെ വാദം അനുസരിച്ചിട്ട് അല്ല എന്നുള്ളത് പഴയ അറബികൾ ആരാധിച്ചിരുന്ന ചന്ദ്രദേവനാണെന്നുണ്ടെങ്കിൽ, അയാൾ അറബിയിലാണ് ചോദിച്ചത്, ഞാൻ അതിനെ പരിഭാഷപ്പെടുത്തുന്നു മാത്രം. അപ്പൊ ചന്ദ്രദേവനെയാണ് അല്ലാഹ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതെങ്കിൽ എന്തിനാണ് ക്രിസ്ത്യാനികളെ നിങ്ങളുടെ വേദങ്ങളൊക്കെ അറബിയിൽ തർജ്ജമ ചെയ്തപ്പോൾ ഹിബ്രുവിലോ സിറിയാനിലോ ലാറ്റിനിലോ ആയിരിക്കുന്ന പിന്നെ ദൈവം എന്നുള്ള അർത്ഥമുള്ള പദത്തിനെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ നിങ്ങൾ എന്താക്കി അവിടെ അള്ളാഹ്നാക്കി? എന്തിനാന്നല്ലേ? ഇല്ലേ, നിങ്ങൾ എടുത്തു നോക്കി അറബിയിലുള്ള ബൈബിൾ എടുത്തു നോക്കി. അറബി ബൈബിളിലൊക്കെ എങ്ങനെ പറയുന്നത്? ഒരല്ലാഹിനെ കുറിച്ച് അള്ളാഹ് എഴുതിയിരിക്കുന്നത്, ഓരോ ദൈവത്തെ കുറിച്ച് അള്ളാഹ്. അപ്പൊ അത് ചന്ദ്രദേവനെ കുറിച്ചാണെങ്കിൽ പിന്നെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ബൈബിൾ എന്തുകൊണ്ട് അള്ളാഹിനെ കൊടുത്തു എന്ന ചോദ്യത്തിന് ശരിക്കും അവിടെ പറയും എല്ലാ സമർത്ഥനും അവിടെ തകർന്നടിഞ്ഞു ഈ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ. അപ്പൊ ഈ അവതാരം പറഞ്ഞ വളരെ നല്ല ന്യായമായ ചോദ്യമാണ് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്ത്. ഇതാണ് അവരുടെയൊക്കെ സ്ഥിതി. അപ്പോൾ നമ്മൾ ഇതിന് നിഷ്പത്തി ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോന്നിനും ഓരോ കാലഘട്ടം വരുമ്പോൾ ഇതൊക്കെ നിസ്സാരമായി തോന്നാവുന്ന കാര്യമാണെങ്കിൽ പോലും അറബി ഭാഷയുടെ മൂലത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ പ്രസക്തിയുള്ളതാണ്. ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ വിരോധികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പിന്നെ നമുക്ക് അവരെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ അപ്പം അള്ളാഹ് എന്നുള്ളതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി അല്ലേ? അത് അല്ലിലാഹ് എന്നുള്ളതിൽ നിന്നാണ്. പിന്നെ തഫ്ഹീമാക്കുന്ന കാര്യം, സഹോദരന്മാര്, തഫ്ഹീമാക്കുന്ന കാര്യം ഏതാണിത്? അള്ളാഹ് എന്നോ അല്ലാ എന്നോ അത് പറയുന്നു. ബഹുമാനപ്പെട്ട സമഖ്ശരിമ പറയുന്നു അള്ളാഹു എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? കാബിറന്നൻ കാബിരിൻ. പഴയകാലം മുതലേ അറബികൾ പഴയകാലം മുതലേ ഉച്ചരിച്ചു വരുന്നത് അള്ളാഹു എന്നുള്ളതാണ്, അല്ല എന്നുള്ളതല്ല. അത് മുത്തവാത്തിറിനെതിരാകുന്നു. അള്ളാഹു എന്ന് തന്നെയാണ്. അപ്പോ ചില അല്ല എന്ന് ഓത്തന്തല്ല അത്ര ശരിയല്ല, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ചില രാജ്യക്കാര് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ പിന്നെ ചില സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ രൂപത്തിൽ അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ കാബിറിൻ കാബിരിൻ പരമ്പരാഗതമായിട്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം ബഹുമാനപ്പെട്ട സമഖ്ശരി തങ്ങള് ഈ വിഷയം പറയുന്നുണ്ട്. അതെ, പാകിസ്ഥാൻ, നോർത്ത് ഇന്ത്യനൊക്കെ എന്ത് അങ്ങനെ പറയുന്നുണ്ട്. അത് ഞാൻ ആ ഭാഗങ്ങൾ എടുത്തു പിന്നെ പ്രത്യേകം നിങ്ങൾക്കൊന്ന് പിന്നെ പേസ്റ്റ് ചെയ്തു തരാം. അതിന്റെ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. അതിന്റെ ലാമിന്റെ വഹുക്കുമു ലാമി തഫ്ഹീമോ കണ്ടോ? അള്ളാഹ് എന്നുള്ളതിന്റെ ലാമിന്റെ ഹുക്കും എന്താണ്? തഫ്ഹീമാണ്. തഫ്ഹീം എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹ് എന്ന് തന്നെ. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാം, തഫ്ഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന് പറയാം. താലീമൻ അതെന്താണ്?
അത് ബഹുമാനിച്ചുകൊണ്ട് എന്തോരം നമ്മൾ താലീമാക്കുക. താലീം എന്തിനാ തഫ്ഹീമാക്കുക വെച്ചാൽ അത് അതിന്റെ ബഹുമാനം അങ്ങനെയാണ്, തഫ്ഹീമാക്കലാണ്. മാലം യതഖദ്ദമു കിസ്റുൻ, മുമ്പ് കെസർ വന്നാൽ പിന്നെ തർക്കിക്കാക്കണം. അപ്പൊ ബിസ്മി അല്ലോ, ബിസ്മി എങ്ങനെ നമ്മൾ എഴുതിയത് ബിസ്മില്ലാഹി, അതുകൊണ്ട് മീമിന് എന്താ ഉള്ളത്, മുമ്പ് കെസറാണുള്ളത്, അതുകൊണ്ട് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു. അഊദു ബില്ലാഹി നമ്മൾ പറഞ്ഞത് അതെന്തുകൊണ്ട്, അവിടെയും ബാവ് മുമ്പ് ഒരു കെസർ വന്നതുകൊണ്ട് ബില്ലാഹി. അപ്പൊ കെസർ മുൻകടക്കാതിരിക്കുമ്പോൾ അള്ളാഹ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. വൈൻകാൻ അബുൽ ഖാസിം സഖ്മഖ്ശരി ഖദ് അത്ലക തഫ്ഖീമ, അബുൽ ഖാസിം സഖ്മഖ്ശരി എന്ന് പറയുന്ന അറബി സാഹിത്യത്തിലെ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതായ വലിയ പണ്ഡിതനാണ്. മുഅ്തസിലി ആണെങ്കിലും ഹനഫി മദ്ഹബുകാരനാണെങ്കിലും മുഅ്തസിലി ആണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം അറബി ഭാഷയിൽ അങ്ങേയറ്റത്തെ സാഹിത്യ സാമ്രാട്ടാണ്. അദ്ദേഹം ഈ ഓരോ ഖുർആന്റെ പദങ്ങൾ അദ്ദേഹം വായിലിട്ട് ഇങ്ങനെ ചവച്ചിങ്ങോട്ട് പുറത്തേക്ക് തരുമ്പോഴത്തേന് അതിന് ഉള്ളൊക്കെ ശരിക്കും ഇങ്ങോട്ട് അതിൽ യഥാർത്ഥ അർത്ഥങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. അത്രമാത്രം വളരെയധികം ഈ വിഷയത്തിൽ നൈപുണ്യം നേടിയ വലിയ മഹാപണ്ഡിതനാണ്. ഏതാവട്ടെ സഖ്മഖ്ശരി പിന്നെ മുഅ്തസിലിയാണെന്നുള്ള കാര്യം ശരി, പക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും ഇസ്ലാം മുസ്ലിമീങ്ങൾ എന്താണ്, ഇൽമു ലാലത്തുൽ മുഅ്മിനി അല്ലേ, അൽ ഹിക്മത്തു ലാലത്തുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ കൈമോശം വന്നു പോയ സ്വത്താകുന്നു എന്ത് അറിവ് എന്നുള്ളത്. അന്നൽക്ക് നമ്മൾ പിന്നെ ഓരോ വിഷയത്തിൽ ആ കഴിവുള്ളവർ ആരാണോ അവരെ ആ കഴിവിനെ നാം അംഗീകരിക്കുന്നു, അവരെ വൈവേച്ച ബാധ നമ്മൾ ഒഴിവാക്കുന്നു. ഈ ഒരു നിലപാടാണ് നമ്മൾ ഇവിടെ എല്ലായിടത്തും സ്വീകരിക്കേണ്ടത്. ഏതാട്ടെ, അപ്പൊ എന്തായി പിന്നെ സഖ്മഖ്ശരി തങ്ങൾ മൊത്തത്തിൽ വലാകിന്ന യുരീദു മാ ഖുൽതു, അതായത് ഇങ്ങനെ കെസറില്ലാതിരിക്കുമ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. വനഖല അബുൽ ബഖായി അന്ന മിൻഹും മൻ യുറഖിഖുഹ അലാ കുല്ലി ഹാൽ, എപ്പോഴും തർക്കീക്കാക്കുന്ന ആളുകളുണ്ട്. ലാദു ലാഉ അല്ലാതെ അവിടെ നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ. അള്ളാഹ് എന്ന് പറയുമ്പോൾ ലാഉ അല്ല, അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് വേറൊരു വിച്ചാരാണിത്. ലാദു എന്ന് പറയുമ്പോൾ നമ്മൾ നാവിന്റെ സൈഡ് എവിടേക്ക് നമ്മൾ കടിച്ചു പിടിക്കുന്നുണ്ട്, അണപ്പല്ലിന്റെ ഇടയിലേക്ക് കടിച്ചു പിടിക്കുന്നു. ലാദു പറയുമ്പോൾ ലാഉ എന്ന് പറയുമ്പോഴും അത് വേറെ അള്ളാഹു എന്നുള്ളതല്ല, മനസ്സിലായില്ലേ. ഇൻഷാല്ലാ അതൊന്ന് വിശദീകരിക്കാൻ, അതിപ്പോ നമ്മള് അത് നിങ്ങൾക്ക് ഏറ്റവും വിശദീകരിക്കാൻ ഏറ്റവും കൂടെ അർഹരായിരിക്കുന്ന ഉസ്താദുമാർ ആരാന്നറിയോ, ഇവിടെ ബഹുമാന മദനി ഉസ്താദ്, അതുപോലെ തജ്വീദിന്റെ ക്ലാസ് അതിനായിട്ട് മാത്രം എടുക്കുന്നത് ആ ക്ലാസ് ഉസ്താദുമാർ അതിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പറഞ്ഞുതരും. അപ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഞാനതിങ്ങനെ പറഞ്ഞു ഓടിച്ചു പോകുന്നുള്ളൂ. ആ തജ്വീദിന്റെ ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ കടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായില്ലേ. അതിന് മാത്രമായിട്ട് ക്ലാസ് എടുക്കുന്ന ഉസ്താദിനോട് ചോദിക്കുക, കൂടുതൽ കാര്യങ്ങൾ അപ്പം മനസ്സിലാക്കാം. അപ്പൊ ചുരുക്കത്തങ്ങൾ മനസ്സിലായി. ഏത് പിന്നെ അള്ളാഹ് എന്നുള്ളത് ലാദു അല്ല ലാഉ അല്ല, അള്ളാഹ് ലാമ് ശരിക്ക് അല്ലാഹ് എന്നാണ്. അല്ലാഹ് എന്നുള്ളത് താലീമിന് വേണ്ടി എന്ത് ചെയ്തിരിക്കും, നമ്മള് തഫ്ഖീമാക്കുന്ന അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന. അതായത് എന്ത് ചെയ്യും, നാവ് ഏറെ തട്ടാൻ പാടില്ല, പല്ലിമ തട്ടാൻ പാടില്ല. പിന്നെ അപ്പൊ എന്താ പറഞ്ഞോ, പിന്നെ എന്താ പറഞ്ഞത് അവസാനം, അതാ അത് എപ്പോഴും അല്ല എന്ന് ഉച്ചരിക്കുന്ന ആളുകളുണ്ട്. അലാ കുല്ലിഹാൽ വഹാദാ ലൈസ ബിശൈ, അത് ഒരു വസ്തുവല്ല, പരിഗണിക്കപ്പെടാൻ പറ്റുന്ന കാര്യമേ അല്ല അല്ല എന്നേ. അപ്പൊ അല്ലാഹു അക്ബർ ഉണ്ടോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അങ്ങനെ തന്നെ ബാങ്ക് കേൾക്കണവരുണ്ട്. അപ്പൊ എല്ലാ സമയത്തും തർക്കിക്കാൻ ആക്കുന്ന ആളുകളുണ്ട്. വഹാദാ ലൈസ ബിശൈ, അത് പരിഗണിക്കപ്പെടാൻ പറ്റുന്ന വസ്തുതയല്ല. എന്തുകൊണ്ട്, ലിയന്നൽ അറബ, അറബി ഭാഷ അറബികളാണല്ലോ സംസാരിച്ച് കാണിക്കേണ്ടത്. ലിയന്നൽ അറബ, അറബികൾ അലാ ഖിലാഫിഹി, ഇതിന് നേരെ എതിരാകുന്നു. അവർ അല്ലാഹ് എന്നും അല്ല എന്നും വേർതിരിച്ച് പറയാറുണ്ട്. കാബിറൻ കാബിരിൻ, പരമ്പരയായിട്ട് തലമുറയായിട്ട്. ഏത് നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ താരീഖിന്റെ ക്ലാസ്സിൽ, അറബി ഭാഷയിൽ ആദ്യമായി ഒരു പിന്നെ ചെറിയ രീതിയിലൊക്കെ നാടൻ രീതിയിൽ സംസാരിച്ച് തുടങ്ങിയത് മഹാനായിരിക്കുന്ന ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനാണെന്ന് പറയപ്പെടുന്ന ഖഹ്താൻ എന്നവരാണ്. അതിനെ ശരിയായ അറബിയാക്കി പരിപോഷിപ്പിച്ചുകൊണ്ട് സുന്ദരമായ അറബി ഭാഷയാക്കി സാഹിത്യപരമായ ഭാഷയാക്കി മാറ്റി മറിച്ചത് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബിയാകുന്നു. അവര് മുതൽക്ക് ഖഹ്താൻ മുതൽക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മകൻ അദ്നാൻ മുതൽക്ക്, ഇസ്മായിൽ നബി ഇസ്ലാം അടക്കമുള്ള അദ്നാനും ഖഹ്താനികളുമായിരിക്കുന്ന രണ്ട് കബീലയുടെയും മക്കള്, അതാണ് അറബികള്. ഈ അറബികൾ മുഴുവനും ഉച്ചരിച്ചത് എങ്ങനെയാണ്, കസ്ർ മുൻകടക്കാതിരിക്കുമ്പോൾ ഏതാണ് അള്ളാഹ് എന്നുള്ളതിനെ തഫ്ഹീമാക്കിക്കൊണ്ടാണ് അവർ ചെയ്തു കാണിച്ചിരിക്കുന്നത്. ഇത് നാം പ്രത്യേകമായി പരിഗണിക്കേണ്ട വിഷയമാണ്. മറ്റുള്ളതിലേക്ക് എന്ത് ചെയ്യണം നമ്മള്. പിന്നെ അപ്പൊ എന്താണ് പരമ്പരാഗതമായിട്ട് എന്താണ് അള്ളാഹ് എന്നുള്ളത് തഫ്ഹീമായിട്ടാണ് എന്ത് ചെയ്യിക്കുന്നത് അവര് ഉച്ചരിക്കാറുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അല്ല എന്ന് എന്ത് ചെയ്യാൻ പാടില്ല,
അല്ല എന്ന് എപ്പോഴും പറയാൻ പാടില്ല. കെസർ മുൻകടക്കുമ്പോൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ആ വിഷയം അവിടെ കഴിഞ്ഞു. അപ്പം ബിസ്മില്ലാഹ് എന്നുള്ളതിന്റെ ചെറിയ രൂപം മനസ്സിലായില്ലേ? ചെറിയ രൂപം നമ്മളവിടെ വിശദീകരിച്ചു. ഇസ്മ എന്നുള്ള ബിസ്മില്ല എന്നാൽ അള്ളാഹുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയുന്ന നാമം എന്ന് വെക്ക, അള്ളാഹുവിന്റെ നാമം എന്ന് വെക്ക, രണ്ടും അർത്ഥം വെക്ക. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഓതുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു എന്നൊക്കെ പറയാം. പിന്നെ അർ-റഹ്മാനുർ റഹീം അല്ലെ? ബിസ്മില്ലാഹി റഹ്മാനുർ റഹീം. നമ്മളെന്താ അവിടെ പിന്നെ അർ-റഹ്മാനുർ റഹീം എന്നുള്ളത് സിഫത്താനി മുഷ്തഖത്താനി മിനർ റഹ്മത്തി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പിന്നെ രണ്ട് സിഫത്തുകളാണ് ഇതെന്ന് പറഞ്ഞാൽ റഹ്മാൻ റഹീം എന്ന് പറയുന്നത്. റഹ്മത്ത് എന്ന് പറയുന്ന അനുഗ്രഹം, കരുണ എന്നതിൽ നിന്ന് പിടിച്ചെടുത്താണ് റഹ്മാൻ. അപ്പൊ കരുണ ചെയ്യുന്നവൻ. റഹീം അതും കരുണ ചെയ്യുന്നവൻ തന്നെ അർത്ഥം. പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട്. അള്ളാഹു തആല ഒരേ ആശയം ഉള്ള പിന്നെ രണ്ട് പദത്തിന് ആവർത്തിച്ചു കൊണ്ടുവരില്ല, എന്തെങ്കിലും ഒരു ഹിക്മത്തിന് വേണ്ടിയില്ലാതെ. ഒന്നിക്ക് രണ്ടർത്ഥമായിരിക്കും, അല്ലെ ഒന്നാണെങ്കിൽ ഒന്നിന് ശക്തിപ്പെടുത്താനായിരിക്കും. ഇവിടെ റഹ്മാൻ റഹീം, അള്ളാഹുവിന് ഇത്ര സിഫത്തുകളുണ്ട്, ഒരുപാട് സിഫത്തുകളുണ്ട്, 3000 4000 നമുക്കറിയാത്ത ഒരുപാട് സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീം എന്ന് പറയുന്ന സിഫത്താണ് അള്ളാഹ് എന്നതിന് ശേഷം ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇല്ലേ? ഫാത്തിഹല്ലേ, തുടക്കമല്ലേ, ഖുർആന്റെ തുടക്കമാണ്. അപ്പൊ ഖുർആൻ തുടക്കമാകുമ്പോൾ ഇവിടെ അള്ളാഹ് എന്നുള്ള പദം വന്നതിന് ശേഷം അള്ളാഹു തആല കൊണ്ടുവന്ന രണ്ട് സിഫത്ത് ഏതാണ്? അള്ളാഹുവിന്റെ ഗുണം റഹ്മാനു റഹീമുമാണ്. റഹ്മാനു റഹീം എന്ത് അള്ളാഹു തആലക്ക് ഇവിടെ ബിസ്മില്ലാഹിൽ അസീസി എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ബിസ്മില്ലാഹിൽ അലീം എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ബിസ്മില്ലാഹി അൽ മുതകബ്ബിരി എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അള്ളാഹു തആല അതൊന്നും പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് മാത്രം തെരഞ്ഞെടുത്തു? അവന്റെ റഹ്മാനും എന്നും റഹീമും എന്നും ആയിരിക്കുന്ന രണ്ട് ഗുണങ്ങളെ അവൻ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെയധികം ഹിക്മത്തുകൾ, ഒരുപാട് യുക്തികൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് ഞാൻ അതിന്റെ ഹിക്മത്തിലേക്കൊന്ന് പറയട്ടെ. പിന്നെ എന്താണ് അതിന്റെ ഹിക്മത്തുകൾ സഹോദരന്മാരെ? എന്താ അതിന്റെ അർത്ഥം നോക്കുമ്പോൾ ആദ്യം അർത്ഥം എന്താണ്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പരിഭാഷയിലേക്ക് എന്താ കാണുക? പരമകാരുണികൻ. റഹീം എന്ന് പറഞ്ഞാലോ പിന്നെ കരുണാനിധിയും ഉണ്ടോ? കരുണാകരനും കരുണാനിധി എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇപ്പൊ വരുന്നത് പരിഭാഷയിലൊക്കെ. അത് അതിൽ പറയുന്നുള്ളൂ. കരുണ എന്താണ്? കരുണ പിന്നെ പരമകാരുണികനും കരുണാനിധിയുമായ. അപ്പൊ സംഗതി ഒരു കുറഞ്ഞ ഒരാശയം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിലും പരിപൂർണമല്ല അതൊന്നും. മനസ്സിലായില്ലേ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കിക്കോളേ, അവന്റെ സർവ്വ സൃഷ്ടികൾക്കും ദുന്യാവിൽ വ്യാപകമായ രീതിയിൽ ഗുണം ചെയ്യുന്നവൻ. വഴിപ്പെട്ടവർക്കും നമ്മളെ കിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് ദർശനൊക്കെ ഉസ്താദുമാർ പറഞ്ഞ അർത്ഥമാണ്. ഏത്? അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാതെ ജീവിച്ച ആളുകൾക്കും അതുപോലെ ജന്തുജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അതാണ് റഹ്മാൻ. അള്ളാഹുവിന്റെ മുഖമുദ്ര, അള്ളാഹുവിന്റെ വജ്ഹ് എന്നുവെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കവാടത. അള്ളാഹു റഹ്മാനാണ്. വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാലോ ദുന്യാവിൽ നിന്ന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായിട്ട് ഗുണം ചെയ്യുന്നവൻ. ഇതാണ് റഹീമിന്റെ അർത്ഥം. ചുരുക്കത്തിൽ വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പിന്നെ നാം ആലോചിക്കുക, സാധാരണഗതിയിൽ ഒരു ചിന്തിക്കുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ആൾ ആദ്യമായിട്ട് ഇപ്പൊ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പിന്നെ അയാൾക്ക് എന്താ ഹൃദയത്തിൽ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പൊ ആ ചിന്തിക്കുകയാണ്, ഇങ്ങനെ അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ ഇവിടൊക്കെ പിന്നെ ഇവിടെ ഈ ലോകത്ത് ഒരുപാട് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ പിന്നെ എല്ലാവർക്കും ഇവിടെ അള്ളാഹു ഗുണം ചെയ്യുന്നുണ്ടല്ലോ. ദൈവനിഷേധിയായിരിക്കുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ സ്വാഭാവികം ഉണ്ടാവാകുന്ന സംശയങ്ങളാണ് ഇതൊക്കെ. ഏത്? ദൈവനിഷേധിയായി ജീവിക്കുന്ന കടുത്ത നിഷേധിക്കും ഭൗതികവാദിക്കും ദൈവത്തെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്ത വ്യക്തിക്ക് പോലും ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടല്ലോ. യാതൊരു അല്ലലുമില്ല അലട്ടലും ഇല്ലാതെ സുഖമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ജീവിച്ചു പോകുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ എന്താണ്? ഇത് ദൈവം ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയല്ലല്ലോ, എല്ലാവരും ഇപ്പൊ ഒരേപോലെ. അപ്പൊ
ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് വ്യത്യാസമാണ്. അള്ളാഹു തആല അവരെ നശിപ്പിച്ചുകൂടെ? അവരെ അള്ളാഹു വേറെന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് മറുപടിയാണ്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവൻ റഹ്മാനാകുന്നു. ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാതെ ജീവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തആല ഒരേപോലെ നിലപാടാണ് അള്ളാഹു തആല ഉള്ളത്. ഒരു മതേതര കാഴ്ചപ്പാട്, മതേതര മുഖം. ബഷീർ ഫൈസിന്റെ ഒക്കെ വീക്ഷണത്തിൽ പറഞ്ഞാല് പിന്നെ ഒരു മതേതര നിലപാട് അള്ളാഹു തആലക്ക്. റഹ്മാൻ എന്ന് പറഞ്ഞതാണ്. എന്നുവെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ അവൻ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഇസ്ലാം, ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും തൃപ്തികരമായിരിക്കുന്ന അവന് പൊരുത്തപ്പെട്ട മതം ഏതാണ്? ഇസ്ലാമാണ്. പക്ഷെ പൊരുത്തപ്പെട്ട മാർഗത്തിന്റെ ആളുകൾക്ക് മാത്രമാണ് ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്തുള്ളത്? അല്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്കുണ്ട്. അതുപോലെ അള്ളാഹുവിന് ലോകത്തെ അല്ലെങ്കിൽ ദൈവത്തെ ഒരിക്കൽ പോലും സ്മരിച്ചിട്ടില്ലാത്തതായിരിക്കുന്ന ദൈവനിഷേധികൾക്ക് വരെ അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു ഒരു മതേതരത്വ കാഴ്ചപ്പാടാണ് ഈ ഭൗതിക ലോകത്തുള്ള എല്ലാവർക്കും. അപ്പോ നിരീശ്വരവാദിക്കും നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കുന്നു, ആരോഗ്യമുണ്ട്, സംസാരിക്കാൻ നാവുണ്ട്, അവന്റെ ആശയങ്ങളൊക്കെ അവന് സ്വതന്ത്രമായി എഴുതിവിടുന്നു, അവൻ പ്രചരിപ്പിക്കുന്നു. എല്ലാത്തിനും അള്ളാഹു തആല ഇവിടെ അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, അള്ളാഹു തആല അവിടെ അങ്ങോട്ട് വിട്ടുകൊടുത്തതാണ്. അതുപോലെ ബഹുദൈവ വിശ്വാസികൾക്ക് ഇവിടെ അള്ളാഹു തആല എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് രോഗമുണ്ട്, അതുപോലെ മുസ്ലിമീങ്ങൾക്കുന്നുണ്ട്, സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്കുന്നുണ്ട്. അള്ളാഹു തആല സുഖം കൊടുക്കുന്നുണ്ട്, ദുഃഖം കൊടുക്കുന്നുണ്ട്. അവിശ്വാസികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഇവിടെ എന്താണ്? എല്ലാം റഹ്മത്തും റഹ്മത്തില്ലാത്ത വിഷയത്തിലൊക്കെ ഇവിടെയൊക്കെ എല്ലാവർക്കും എന്താണ്? എല്ലാം പൊതുവിൽ അള്ളാഹു തആല എല്ലാം ഒരുപോലെയുള്ള നിലപാടാണ്. അതാണ് അർ റഹ്മാൻ. അപ്പൊ എന്തായി? ഇതങ്ങോട്ട് റഹ്മാന്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലാക്കുള്ളൂ, പകുതി സംശയങ്ങൾ തീർന്ന്. അപ്പൊ അള്ളാഹു തആല റഹ്മാൻ ആണില്ലേ, ആ വിശ്വാസം അങ്ങോട്ട് ഹൃദയത്തിലേക്ക് രൂഢമൂലാകുമ്പോൾ അവന്റെ പകുതി സംശയങ്ങളോട് തീരുകയാണ്. അള്ളാഹു തആല ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിലപാട് അവൻ റഹ്മാനിയത്താകുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്തായി? അപ്പൊ ഈ ലോകത്ത് അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് എന്താ കിട്ടുക? അതിന് റഹീം, അള്ളാഹു റഹീമുമാണ്. അപ്പൊ പരലോകത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ ലോകത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടായി ക്ഷമ കൈക്കൊണ്ട് എല്ലാ പ്രയാസങ്ങളും എതിർപ്പുകളും കൂക്കുവിളികളും എല്ലാവിധ ഇടങ്ങേറുകളും സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മതം മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിച്ച് മരിച്ചുപോയ ആളുകൾക്ക് എന്താ കിട്ടുക? അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു കൊടുക്കും. അതാണ് റഹീം. അപ്പൊ റഹ്മാന്റെയും റഹീമിന്റെയും അർത്ഥം ഒരു മുസ്ലിം ശരിയാ നിലക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഏകദേശം കുറെയൊക്കെ സംശയങ്ങൾ അതുപോലെ കടന്നു പോകുന്നു. അങ്ങനെ അള്ളാഹുവിനെ റഹ്മാനാണ് റഹീമാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അള്ളാഹുവിന് എന്താ ചെയ്യേണ്ടത്? അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവൻ എന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വാഭാവികമായിട്ട് ഒരു ഹംദ് ഉയർന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാവുന്ന സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്നും ഒരു ഹംദ് ഉയർന്നു വരുന്നു. അതിന് കാരണം എന്താണെന്ന് അള്ളാഹു ശേഷം പറയുന്നു, റബ്ബിൽ ആലമീൻ, സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവായിരിക്കുന്ന അള്ളാഹുവിനാകുന്നു എല്ലാ തരത്തിലുള്ള സ്തുതിയും എന്ന് അള്ളാഹു തആല പറയാം. അപ്പോ എന്ത് ചെയ്ത് ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സമയത്തായി അല്പം കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മൾ റഹ്മാനി എന്നുള്ളത് എന്ത് പറഞ്ഞ നമ്മള് ഹുവദുർ റഹ്മത്തി അശ്ശാമിലത്തി ലിജമീൽ ഖലായിഖി തഫ്സീർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പല തഫ്സീറുകൾ നാട്ടോ, ഒരു തഫ്സീർ തഫ്സീർ എന്നുള്ളത് ഖണ്ഡിതപ്പെടുത്തിയിട്ടില്ല. അനവധി തഫ്സീറുകൾ എന്നുള്ള ആശയങ്ങളാണ് പറയുന്നത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഹുവദുർ റഹ്മത്തി ശാമിലത്തി ലിജമീൽ ഖലായിഖി ഫിദ്ദുനിയാ, ദുനിയാവിൽ എല്ലാ പടപ്പുകൾക്കും വ്യാപകമായിട്ട് ഗുണം ചെയ്യുന്നവൻ. വലിൽ മുഅ്മിനീന ഫിൽ ആഖിറ, മുഅ്മിനീങ്ങൾക്കും ഗുണം ചെയ്യുന്നവൻ. അപ്പൊ റഹ്മാനിൽ ഏതും കൂടിയുണ്ട്. ദുനിയാവിൽ എല്ലാ സൃഷ്ടികളും എന്നുള്ളതിൽ ആരുണ്ട്? അവിടെ മുഅ്മിനീങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ മുഅ്മിനീങ്ങൾ ആഖിറത്തിൽ വേറെയും ചെയ്യുന്നു. അപ്പൊ എന്നാൽക്ക് റഹ്മാൻ എന്നുള്ളത് ഇന്നുള്ള ആ അർത്ഥം റഹീം എന്നുള്ള അർത്ഥത്തിനേക്കാൾ വ്യാപകമാണ്. മനസ്സിലായില്ലേ? റഹ്മാൻ എന്നുള്ളതിൽ പദങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അർത്ഥം കൂടുതലുമാണല്ലോ. പദങ്ങൾ കൂടുതലുള്ളതിന് അർത്ഥം കൂടുതലാണെന്നുള്ളതാണ് ഒരു ഉസൂലുള്ളത്. അവ നൽകുമ്പോൾ റഹ്മാനി എന്നുള്ളത് ഇതിനേക്കാൾ പദങ്ങൾ കൂടുതലുണ്ട്, റഹീം എന്നുള്ള പദങ്ങൾ കൂടുതലുണ്ട്. അപ്പൊ അർത്ഥം കൂടുതൽ വേണം. എന്താ റഹീമിനില്ലാത്ത അർത്ഥം എന്താ ഇതിലുള്ളതെന്ന് ചോദിച്ചാൽ, സത്യവിശ്വാസികൾക്ക് ദുനിയാവിലെ അനുഗ്രഹം കിട്ടുന്നത് പോലെ സത്യവിശ്വാസികൾ അല്ലാത്ത ആളുകൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ റഹ്മത്ത് ഈ ലോകത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാ. അതിന് തെളിവെന്താ? അപ്പൊ റഹീം എന്നുള്ളതാണെങ്കിലോ, റഹീം എന്നുള്ളതാണെങ്കിൽ വറഹീമു ഹുവദുർ റഹ്മത്തിൽ മുഅ്മിനീന, ഹുവദുർ റഹ്മത്തിൽ മുഅ്മിനീന യൗമുൽ ഖിയാമത്തി. കേട്ടോ, ഖിയാമത്ത് നാളിൽ സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹം ചെയ്യുന്നവൻ. വസ്തദല്ലു ബിഖൗലി തആല സുമ്മ ഇസ്തവ അലൽ അർശിർ റഹ്മാൻ. കണ്ടങ്ങള്
അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. കണ്ടോ, ഇവിടൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഇവിടെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു തആല അർശിന്മേൽ എന്ത് ചെയ്ത്? ഇസ്തിവാ ചെയ്ത്. റഹ്മാനായ അല്ലാഹു, കണ്ടങ്ങള്, റഹ്മാനായ അല്ലാഹു തആല അർശിന്മേൽ ഇസ്തിവാ ചെയ്ത്. അതെങ്ങനെ? അള്ളാഹിന്റെ റഹ്മാനിയത്ത് കൊണ്ടാ ഇസ്തിവാ ചെയ്തെന്ന് വെച്ചാൽ അള്ളാഹു ഇരുന്നു ആരും മനസ്സിലാക്കണ്ട. അതിന് തെളിവെന്താ അറിയോ? അള്ളാഹു തആല അർശുമായും കൊണ്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മാനി എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്, സിഫത്താണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അർശുമായി ബന്ധപ്പെട്ട സംസാരം പറയുമ്പോൾ അള്ളാഹു തആല റഹ്മാനി എന്നുള്ള സിഫത്ത്. അർ-റഹീം അൽ അർശി ഇസ്തവാ എന്ന് എവിടെയില്ല. അല്ലെ അൽ അസീസ് അൽ അർശി ഇസ്തവാ എന്നില്ല. അൽ മുതകബ്ബിർ അൽ അർശി ഇസ്തവാ എന്നുണ്ടോ? ഇല്ല. അർ-റഹ്മാനു അൽ അർശി ഇസ്തവാ, റഹ്മാനായ അള്ളാഹു അർശിന്മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായി? അതെങ്ങനെയാണ്? അവന്റെ റഹ്മാനിയത്ത് കൊണ്ട്. കണ്ടോ, അള്ളാഹു റഹ്മാന് എങ്ങനെ റഹ്മാനിയത്തോട് ഇസ്തിവാ വെച്ചാൽ അർശ് എന്ന് പറയാൻ എന്താ സഹോദരന്മാരെ? അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പടപ്പാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് എന്ത് പറഞ്ഞാല് അർശ് എന്ന് പറഞ്ഞാല്. ആ അർശിന് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായെന്ന് പറയാൻ എന്താണ്? ആ അർശും അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു തആല കണക്കാക്കിയിരിക്കുന്നു. അതാണ്. അല്ല അള്ളാഹു തആല അർശുമേൽ കയറി കുത്തിരിക്കണമെന്നല്ല. അത് വെറും ഉപരിപ്ലവമായിരിക്കുന്ന വ്യാഖ്യാനമാണ്. അത് സലഫുകൾ അംഗീകരിക്കാത്ത വ്യാഖ്യാനമാണ്, വൈബിയച്ച വ്യാഖ്യാനമാണ്. അള്ളാഹുവിന് റഹ്മാനിയത്ത് കൊണ്ടാണ് അവൻ ഇസ്തിവാ ചെയ്തത്. ചില അനുഗ്രഹം കൊണ്ട് അള്ളാഹു തആല അനുഗ്രഹം, അർശും അർശിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് വ്യാപകമായി കിടക്കുന്നു. അതാ. എന്നാല് അപ്പോ പിന്നെ അതേമാതിരി വേറെ ആയത്ത് കാണാം, വേറെ ഒരുപാട് ആയത്തുകൾ കാണാം. പിന്നെ അള്ളാഹുവിന്റെ റഹ്മാനു അല്ലമൽ ഖുർആൻ ഉണ്ടോ? പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു റഹ്മാനിയത്തോടെ തുടങ്ങിയിരിക്കുന്നത്. എന്താ സൂറത്തിൽ പിന്നെ റഹ്മാനിലുള്ളത്? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അള്ളാഹു ഖുർആൻ എന്ത് ചെയ്തിരിക്കുന്നു? പഠിപ്പിച്ചിരിക്കുന്നു. ഉണ്ടോ? അവിടെ റഹ്മാന ഉപയോഗിച്ചത്. മാ യംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. വേറെ ആയത്ത് കാണാം, പക്ഷികൾ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവ താഴെ വീണു പോവാതെ പിടിച്ചു നിർത്തുവൻ റഹ്മാനാണ്. കണ്ടോ, അവിടെ റഹ്മാൻ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ വലിയ വലിയ കാര്യങ്ങള്, വലിയ വലിയ മഹത്വമുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഏതിലേക്കാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്? അവന്റെ റഹ്മാനിയത്ത് എന്ന് പറയുന്ന സിഫത്തിലേക്കാണ് അവൻ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മത. അല്ലാഹു തആല എന്ത് ചെയ്തിരിക്കുന്നു? അവന്റെ സത്തയുടെ മേൽ, അവന്റെ ദാത്തിന് മേൽ റഹ്മത്തിനെ കണക്കാക്കിയിരിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, ഒരു ഹദീസ് നമുക്ക് കാണാം. ഇവിടെ വേറെ ചോദ്യം ഉത്ഭവിക്കുന്നു സ്വാഭാവികമായിട്ടും. സൂറത്തുൽ ഫാത്തിഹ എടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്താണോ ആദ്യം വന്നത്, അല്ല അള്ളാഹിന്റെ ഗളബാണോ ആദ്യം വന്നത്? സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. കണ്ടങ്ങള്, അപ്പൊ ഗളബ് ഗൈറിൽ മഗ്ളൂബി അലൈഹിം, നിന്റെ കോപം, അല്ലെങ്കിൽ നിന്റെ കോപം ലഭിച്ചിട്ടില്ലാത്ത. അപ്പൊ ഗളബ് എന്നുള്ളത് അവസാനമാണ് അല്ലാഹു തആല പറഞ്ഞത്. റഹ്മത്തോ അല്ലാഹു തആല ആദ്യം പറഞ്ഞ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അള്ളാഹിന്റെ റഹ്മത്ത് ആദ്യം വന്ന് ഗളബ് പിന്നെ വന്ന്. അതിന് വേറെ ഹദീസ് കാണാം, അള്ളാഹുവിന്റെ റഹ്മത്ത് അവന്റെ കോപത്തിനേക്കാൾ മികച്ചിരിക്കുന്നു. ആ ഹദീസ് കൂടി നാം പറഞ്ഞുകൊണ്ട് ഈ തൽക്കാലം ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നോക്കൂ സുഹൃത്തുക്കൾ, ലമ്മാ ഖലഖല്ലാഹു തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. എന്താ? ലമ്മാ ഖലഖല്ലാഹു തആല, അല്ലാഹു തആല പടച്ചപ്പോൾ, വഖദ് സബത ذلك في صحيح البخاري وغيره من حديث ابي هريره رضي الله عنه قال رسول الله صلى الله عليه وسلم لما خلق الله الخلق كتب في كتابه. അല്ലാഹു തആല പടപ്പുകളെ മുഴുവൻ പടച്ചപ്പോൾ അവന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി, ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തി. വഹുവ യക്തുബു അലാ നഫ്സിഹി വഹുവ വളഅ ഇൻദഹു അലൽ അർശി. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു തആല അവന്റെ സത്തയുടെ മേൽ റഹ്മത്തിനെ അവൻ കണക്കാക്കി. അത് അള്ളാഹു അർശമേൽ അള്ളാഹു അത് വെക്കുകയും ചെയ്ത്. ഇന്ന റഹ്മത്തി, എന്താ അള്ളാഹ് പറഞ്ഞത്? ഇന്ന റഹ്മത്തി തഗ്ലുബു ഗളബി. വേറെ റിവായത്തില് ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എന്റെ റഹ്മത്ത് എന്റെ കോപത്തിനേക്കാൾ മുൻകടന്നിരിക്കുന്നു. സഹോദരന്മാരെ, അപ്പോ ഇതിപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു കണക്കാക്കിയത് എന്ത്? അള്ളാഹു എന്ത്
കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു അവന്റെ നെഫ്സിന്റെ മേൽ, അവന്റെ സത്തയുടെ മേൽ റഹ്മത്തിന് അള്ളാഹ് കണക്കാക്കട്ടെ. അപ്പൊ അള്ളാഹു റഹ്മത്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അള്ളാഹു താല എല്ലാവർക്കും റഹ്മത്ത്. അപ്പൊ അള്ളാഹിന്റെ കളബില്ലേ, കളബ് പിന്നീട് ഉണ്ടായിത്തീർന്ന കളബ് ആ റഹ്മത്തിനനുസരിച്ച് കൊണ്ട് അതിനനുസരിച്ച് ജീവിതം ആണല്ലോ. അള്ളാഹുന്റെ റഹ്മത്ത് നാം അനുഭവിക്കുമ്പോൾ അതനുസരിച്ച് ജീവിതം നാം നയിക്കണം. അത് നയിക്കാതെ വരുമ്പോഴാണ് പിന്നെ എന്തുണ്ടാകുന്നത്, കളബ് ഉണ്ടാകുന്നത്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ തീർച്ചയായിട്ടും അള്ളാഹു താല ആദ്യ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന റഹ്മത്തിനെയാണ് അള്ളാഹു താല ആദ്യം പറഞ്ഞത്. അവസാനമാണ് ഫാത്തിഹയുടെ അവസാനത്തെ ആയത്തിലാണ് ഗൈറുൽ മഗ്ദൂബി ഗളബ് വന്നത്. എന്തുകൊണ്ടാ? അള്ളാഹു താലാന്റെ ഗളബിനേക്കാളും ഏതാണ് മുൻകടന്നിരിക്കുന്നത്? അവന്റെ റഹ്മത്ത് എന്നുള്ളതാവും മുൻകടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം റഹ്മാനി പിന്നീട് ഗളബിന്റെ വിഷയം പിന്നീട് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ ഹദീസ് എന്താണത്? ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എന്റെ അനുഗ്രഹം എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. ഇതാണിത്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ ഇതിനെ വിശദീകരിച്ചിരിക്കുന്ന എന്താ അറിയോ? ബഹുമാനപ്പെട്ട അല്ലാമ തീബി തങ്ങൾ പറയുന്നു, ഫീ സബഖി റഹ്മത്തി ഇശാറത്തുൻ. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്ത് അവന്റെ കോപത്തെക്കാൾ മുൻകടന്നിരിക്കുന്നത്? ഫീ സബഖി റഹ്മത്തി ഇശാറത്തുൻ ഇലാ അന്ന ഖിസ്തൽ ഖൽഖി മിൻഹാ അക്സറു മിൻ ഖസ്തിഹിം മിനൽ ഗളബി. സൃഷ്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓഹരി ഏതെന്നാണ്? അള്ളാന്റെ റഹ്മത്ത് നിന്നാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതിനേക്കാൾ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അവന്റെ കോപത്തു നിന്നുള്ളതായിരിക്കുന്ന അംശത്തെക്കാളും കൂടുതൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ റഹ്മത്ത് മുൻകിടക്കുന്നു എന്നുള്ളതിൽ ഈ എല്ലാ സൃഷ്ടികളും, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, മനുഷ്യരാവട്ടെ, പറവകളാവട്ടെ, മറ്റ് ജന്തുജീവികൾ എന്താവട്ടെ, എല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നിന്നാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതിനേക്കാളും ഗളബിൽ നിന്നുള്ളതായിരിക്കുന്ന അംശത്തെക്കാളും കൂടുതൽ ലഭിക്കുന്നത് റഹ്മത്തിന്റെ അളവിൽ നിന്നാകുന്നു. വഅന്നൽ ഗളബ ലാ യനാലുഹും ഇല്ലാ ബിസ്തിഹ്ഖാഖ്. കണ്ടോ, അള്ളാഹുവിന്റെ കോപം അവർക്കുണ്ടാകുന്നത് അവരെന്തെങ്കിലും ചെയ്തതിന്റെ ശിക്ഷയായിട്ടാണ്, അതിന്റെ ശിക്ഷയായിട്ടാണ്. അല്ലെ, ജൂതന്മാർക്ക് അള്ളാഹു തആല ആദ്യം തന്നെ ജൂതന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ അള്ളാഹു കരുതിയിട്ടുണ്ടോ? ഇല്ല. ജൂതന്മാര് ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, അതുപോലെ ക്രൈസ്തവരും ശരിയായ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് താതോന്നികളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്തു? അവർക്ക് ഗളബ് ഇട്ടുകൊടുത്തു. അള്ളാഹിന്റെ ഗളബ് അവർക്കുണ്ടായി. അപ്പം അവർ അർഹിക്കുന്ന, ചോദിച്ചു വാങ്ങിയിട്ടാണ് ഗളബ് അവർക്ക് ലഭിക്കുന്നത്, ഒന്നിനെയും ഇല്ലാതെ കണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിന്റെയും പകരമല്ലാതെ കണ്ട്, നമ്മൾ കുറെ സ്തുതിച്ചത് കൊണ്ടോ, നമ്മൾ കുറെ തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടോ, കുറെ നിസ്കരിച്ചത് കൊണ്ടോ, കുറെ ആരാധനകൾ ചെയ്തത് കൊണ്ടോ അല്ല അള്ളാഹ് റഹ്മത്ത് ചെയ്യുന്നത്. അള്ളാഹ് റഹ്മത്ത് ചെയ്യുന്നത് ഒന്നിനെയും നമ്മൾ അർഹിക്കാതെ അള്ളാഹുവിന്റെ ഔദാര്യം എന്നതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോപം എന്നുള്ളത് എന്തല്ല, അള്ളാഹുവിന്റെ അവന് നമ്മളിൽ നിന്നൊന്നും ഉണ്ടാവാതെ അള്ളാഹ് കോപിക്കല്ല. നമ്മളിൽ നിന്നുള്ളതായിരിക്കുന്ന ഈ കോപത്തെ നിർബന്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കോപം നമുക്കുണ്ടായി തീർന്നിരിക്കുന്നത്. റഹ്മത്തു തശ്ബലു ഷഖ്സ, അള്ളാഹുവിന്റെ അനുഗ്രഹം തശ്ബലു ഷഖ്സ, ഒരു വ്യക്തിക്ക് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജനീനൻ, അവൻ കുഞ്ഞായിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവന് അള്ളാഹുവിന്റെ റഹ്മത്ത്, അതായത് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ മുതൽ അവനിക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. റളിയൻ, അവൻ മുല കുടിക്കുന്ന അവസരത്തിലും അവനക്ക് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? കുഞ്ഞായിക്കൊണ്ടിരിക്കുമ്പോഴും മുല കുടിക്കുമ്പോഴും ഫത്തീമൻ, മുലകുടി നിർത്തിയാലും അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ത് ചെയ്ത് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വനാശിയൻ, അവൻ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സെക്കൻഡുകളിലും അവനിക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഖബ്ല അൻ യസ്ദുറ മിൻഹു ശൈഉൻ മിന താഅത്തി, അവന്റെ പക്കന്ന് യാതൊരു താഴത്തും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ പക്കന്ന് ഈ വ്യക്തിയുടെ പക്കന്ന് യാതൊരു വഴിപാടും ഒരു നിസ്കാരമോ കാര്യമോ ഒന്നുമില്ലാതെ തന്നെ അവൻ കുഞ്ഞായി ജനിക്കുന്ന അള്ളാഹു തആല നിശ്ചയിച്ച ആ സെക്കൻഡ് മുതൽ അവന്റെ ഉമ്മയുടെ അണ്ടാശയത്തിൽ അവന്റെ ഉപ്പയുടെ ബീജം ഉമ്മയുടെ അണ്ടാശയമായി ചേർന്ന് ഗർഭം ധരിക്കുന്ന ആ സമയം മുതൽക്ക് അവന് 9 മാസം കഴിഞ്ഞ് പ്രസവിക്കുകയും മുലകുടി നിർത്തുകയും പിന്നീട് വളർന്ന് വലുതായി വന്ന എല്ലാ സമയത്തും അവൻ പ്രായപൂർത്തിയാവുന്നത് വരെ അവന് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രായപൂർത്തിയാവുന്നവരെ, അല്ലെങ്കിൽ അവന് പ്രായമാകുന്നവരെ, അവന് വിവേകം വരുന്നത് വരെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടാണോ ഈ അനുഗ്രഹം ലഭിക്കുന്നത്? അല്ല, അള്ളാഹു തആല ഔദാര്യമായി കൊടുക്കുകയാണ്. അതാ പറഞ്ഞിരിക്കുന്നത്, വനാശിയൻ ഖബ്ല യസ്ദുറ മിൻഹു ശൈഉൻ മിന താഅത്തി, അവന്റെ ഒക്കെ യാതൊരു
നന്മയും ഇല്ല ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവൻ ഈ ഘട്ടങ്ങളിലെല്ലാം അവനിക്ക് അള്ളാന്റെ റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലാ യുൽഹിഖു മിനൽ ഗളബി ഇല്ലാ ബഅദ യസ്ദുറ മിൻ അൻഹു മിനദ് ദുനൂബി മാ യസ്തഹിഖു മാഹു ദാലിക. അവനിക്ക് അള്ളാഹുവിന് കോപമുണ്ടാവുന്നത് എപ്പോൾ മാത്രമാണ്? അവന്റെ പക്കൽ നിന്ന് വല്ല ദോഷങ്ങളും ഉണ്ടായതിന്റെ ശിക്ഷ എന്നോണമാണ് അവൻ അള്ളാഹുവിന് കോപം അവനക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ സൃഷ്ടിപ്പെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും എല്ലാ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അവനിക്ക് ആദ്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹമാകുന്നു, കോപം പിന്നീടുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എന്റെ അനുഗ്രഹം എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു എന്നവൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ഹദീസും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൂർത്തീകരിക്കാം. അള്ളാഹുന്റെ റഹ്മത്ത് നോക്കൂ സഹോദരന്മാരെ. അമിൻ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അന്നഹു ഖലഖ മിഅത റഹ്മത്തിൻ, അള്ളാഹു തആല 100 അനുഗ്രഹം അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഫഅൻസല മിൻഹാ, 100 അനുഗ്രഹം സൃഷ്ടിച്ചു, അതിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് റഹ്മത്തൻ വാഹിദത്തൻ, ഒരൊറ്റ അനുഗ്രഹത്തെ മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. നശറഹാ ബൈനൽ ഖലീഖത്തി, അത് അവന്റെ സൃഷ്ടികൾക്കിടയിൽ അവൻ എന്തിയിരിക്കുകയാണ്? പരത്തിയിരിക്കുകയാണ്. തറാഹമോബിയ, പരസ്പരം കാരുണ്യമുള്ളവരാൻ വേണ്ടി. ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നത് കണ്ടാൽ അത് കാണുന്ന മറ്റൊരു മനുഷ്യൻ പെട്ടെന്ന് ഓടിച്ചെന്നുകൊണ്ട് അവനെ എതിർപ്പിക്കുന്നു. ഒരു കുഞ്ഞിനോട് ഉമ്മാക്കുള്ളതായിരിക്കുന്ന സ്നേഹം, അതുപോലെ ഒരു ചെറിയ കിടാവിനോട് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളോട് സ്വാഭാവികമായിട്ടും വലിയവർക്കുണ്ടാകുന്ന സ്നേഹം, അതുപോലെ ചെറിയ ഒരു പശുക്കിടാവിനോട് തള്ളക്കുണ്ടാകുന്ന സ്നേഹം, ഒരു സിംഹത്തിന്റെ കുഞ്ഞിനോട് ആ സിംഹത്തിന്റെ ആ മാതാവിനുണ്ടാകുന്ന സ്നേഹം, അത് എത്ര ക്രൂര ജന്തുവാണെങ്കിലും ക്രൂര ജീവിയാണെങ്കിൽ പോലും ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന അതിന്റെ സ്നേഹം, അങ്ങനെയുള്ള നിങ്ങൾ പരസ്പരം റഹ്മത്ത് ചെയ്യുന്നവർ, കരുണയുള്ളവരായിത്തീരാൻ വേണ്ടി അള്ളാഹു 100 ആ റഹ്മത്തിനെ സൃഷ്ടിച്ച് ഒന്ന് മാത്രം അള്ളാഹു തആല ഈ ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തതാണ്. ഫബിഹാ തഅതിഫുൽ വാലിദത്തു അലാ വലദിഹാ, ഈ അള്ളാഹു ഇറക്കിയതായിരിക്കുന്ന അനുഗ്രഹം കൊണ്ടാണ് ഒരു പിതാവ് തന്റെ കുഞ്ഞിന് ഇങ്ങനെ കരുണ ചെയ്യുന്നത്. വത്തൈറു വൽ വഹ്ശു വൽ ബഹായിമു, പക്ഷികളും വന്യമൃഗങ്ങളും അതുപോലെ മറ്റുള്ള ജന്തുക്കളെല്ലാം തന്നെ ഈ അള്ളാഹു ഇറക്കിക്കൊടുത്തായിരിക്കുന്ന ഈ ഒരു റഹ്മത്ത് കൊണ്ടാണ് പരസ്പരം കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വബിഹാദിഹി റഹ്മത്തി ഖിവാമുൽ ആലമി വനിലാമുഹു, ഈ ലോകത്തിന്റെ കിടപ്പും അതിന്റെ കെട്ടുറപ്പും അതിന്റെ നിലനിൽപ്പുമൊക്കെ അള്ളാഹുവിന്റെ ഈ റഹ്മത്ത് കൊണ്ട് മാത്രമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വേറെ ഹദീസ് കാണാം, ഖലഖല്ലാഹു തആല മിഅത റഹ്മത്തിൻ, അള്ളാഹു തആല 100 റഹ്മത്തിനെ സൃഷ്ടിക്കുകയും റഹ്മത്തൻ വാഹിദത്തൻ, ഒരു റഹ്മത്തിനെ അള്ളാഹു തആല വെച്ചുകൊടുത്തു ബൈന ഖൽഖി, തന്റെ സൃഷ്ടികൾക്കിടയിൽ. യതറാഹമൂന ബിഹാ, ആ റഹ്മത്ത് കൊണ്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ ചെയ്യാനുള്ള മനസ്സവർക്ക് വരുന്നത്. ഒരു കുഞ്ഞിനോട് ഉമ്മാക്ക് വരുന്ന സ്നേഹം അത് എവിടെ നിന്ന് ലഭിക്കുന്ന? അള്ളാഹു ഇറക്കി കൊടുത്ത റഹ്മത്തിന്റെ ഭാഗമാണ്. വഇൻദല്ലാഹി തിസ്അത്തും വതിസ്ഊന, അള്ളാഹിന്റെ അടുക്കൽ ബാക്കി 99 റഹ്മത്ത് അവിടെ ബാക്കി കിടക്കുകയാണ്. 99 റഹ്മത്ത് അവിടെ ബാക്കി കിടക്കുകയാണ്. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു നമുക്ക് നൽകും. ആ അനുഗ്രഹങ്ങളെ സിദ്ധിക്കുന്നതായ സജ്ജനങ്ങളെ അള്ളാഹു തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും ഉസ്താദുമാരെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന തഖബ്ബൽ മിന്നാ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ എടുക്കാം. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. തൽക്കാലം ക്ലാസ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.